യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധയിതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹൻ നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ പാഞ്ഞെത്താൻ വയ്യയെന്നോ അപകട നടുവിൽ ചെന്നിടാൻ പേടികൊണ്ടോ കൂട്ടം കാണാൻ ചെടിപ്പോ ഒളിവിലകലുവാനാണ് നിന്നിഷ്ടമെന്നോ നോക്കിക്കാമെന്നു വെച്ചോ അവരവരവരിനുള്ളിടം തന്നെയുള്ളാൽ ചൊല്ലൂ ഞാൻ കേട്ടിടട്ടെ മുറവിളി അരികിൽ ചെന്നു നിൽക്കാത്തതെന്തോ ചൊല്ലൂ ഞാൻ കേട്ടിടട്ടെ മുറവിളി അരികിൽ ചെന്നു നിൽക്കാത്തതെന്തോ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കൂടി കൂട്ടായി ഒരു 3 തവണ ഓംകാരം ജപിക്കാം. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം 3-ാമത്തേത്. ഇന്ന് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കൊച്ചു പ്രഹ്ലാദനെ കുറിച്ചും ഹിരണ്യകശിപുവെ സംഹരിക്കാൻ വേണ്ടി നരസിംഹാവതാരം നരസിംഹമൂർത്തിയായി ഭഗവാൻ ശ്രീഹരി അവതരിച്ചതുമൊക്കെയാണല്ലോ. ചെറിയൊരു കുട്ടിയും ആ കുട്ടിയുടെ സ്വന്തം അച്ഛനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുമെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പലതും പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും അധികം മുന്തി നിൽക്കുന്ന ഒരൊറ്റ ഭാഗം പരിപൂർണമായി ഭഗവാനെ ആശ്രയിച്ച് തെല്ലും സ്വല്പം പോലും മനക്ഷോഭമില്ലാതെ നിൽക്കുന്ന ഒരു കൊച്ചു മനസ്സാണ്. അങ്ങനെ അനങ്ങാതെ ഒതുങ്ങി നിൽക്കുന്ന മനസ്സിനെ ചൊല്ലി എന്തെല്ലാം അദൃശ്യ വൈഭവം ഉണ്ടായി എന്നുള്ളതാണ് ഈ സ്കന്ധത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതെല്ലാം ഓർമ്മ വച്ചാൽ പിന്നെ ഈശ്വരൻ്റെ നാമങ്ങൾ ജപിക്കാനോ ഈശ്വരനിൽ ആശ്രയം കൊള്ളാനോ നമുക്ക് ഒരു തരത്തിലും മടിക്കാൻ പറ്റില്ല. എല്ലാ വിധത്തിലുള്ള നിർബന്ധം ഉണ്ടാകുകയും വേണം. അതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ആകട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ജപിക്കുന്നതായ ഓംകാരം. ഞാൻ എങ്ങനെയായാലും ജപിക്കും. നിങ്ങളെല്ലാവരും കൂടി കണ്ണടച്ച് നിവർന്നിരിക്കൂ. ഓ നല്ല നേരം പോക്ക. ഒരു
ഒരു തവണ ഞാൻ ജപിക്കുമ്പോൾ എല്ലാവരും കൂടെ ജപിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ജപിപ്പിക്കാനായിട്ട് ഇത്രയൊക്കെ വയറിളക്കൽ കഴിക്കണമാവോ? ഒന്ന് ജപിക്കൂ. ഓ പോരാ പോരാ. ഓ ശ്രീമദ് ഭാഗവതത്തിൽ എല്ലാം കൂടി 12 സ്കന്ധമാണല്ലോ. ആ 12ാമത്തെ സ്കന്ധത്തിൽ 6 സ്കന്ധം കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് 7ാമത്തെ സ്കന്ധം. 13 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇന്നത് നടു, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പകുതികൾ എന്ന് പറയാം. ഇത് 12 ആയതുകൊണ്ട് ഏതാണ് നടുവിലത്തെ സ്കന്ധം എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. 6:30ക്കും 7:30ക്കും മധ്യത്തിൽ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ പകുതി പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 7ാമത്തെ സ്കന്ധമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒത്ത നടുവിൽ. മഹത്തായിരിക്കുന്ന ഈ പാരമഹംസ്യ സംഹിത, മഹാപുരാണം എന്ന് കൂടുതൽ അറിയപ്പെടുന്നതായ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഒരു വലിയ ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വ്യക്തിയമായും കുടുംബീയമായും സമാജീയമായും ആഗോളാടിസ്ഥാനത്തിൽ വ്യാപകമായി ചിന്തിച്ചു നോക്കുമ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടും മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാമാണോ നാം ധരിക്കേണ്ടതുണ്ട്, മറക്കാൻ ഇടവരുന്നത്, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്, അടിസ്ഥാനപരമായിരിക്കുന്ന മൂല്യങ്ങളും അന്തിമമായിരിക്കുന്ന മൂല്യങ്ങളും ആദർശവും എല്ലാം വേണ്ടതുപോലെ പഠിപ്പിക്കുന്നത്, ഗുണദോഷങ്ങൾ മുൻനിർത്തി വിശകലനം ചെയ്ത് വിവേചനം അല്ലെങ്കിൽ വിശേഷബുദ്ധി ഉണ്ടാക്കി തീർത്ത് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത് മാത്രമേ ശാസ്ത്രമാകൂ. ശാസ്ത്രം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം യുക്തിസഹമായി, സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി ജീവിതത്തെ വേണ്ടതുപോലെ പരിഗണിച്ച് പരാമർശിച്ച് വിശകലനം ചെയ്ത് ആ വ്യക്തിയോട് ബന്ധപ്പെടുന്ന സമ്പർക്കം ചെയ്യുന്നതായ മറ്റ് ഘടകങ്ങളെയും നല്ലപോലെ മനസ്സിലാക്കി തരുന്നത് മാത്രമാണ് ശാസ്ത്രം. ശാസ്ത്രത്തിലത്തെ ഓരോ വാക്കും ആശയങ്ങളുടെ ദീപ്തിയാണ്, പ്രകാശമാണ്. അപ്പൊ ഏത് വാക്കിലും ഏത് വാക്യങ്ങളിലും ഏത് ശ്ലോകങ്ങളിലും എന്ത് പ്രസ്താവനകളിലും എവിടെ സംവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ സംവാദങ്ങളിലും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആശയദീപ്തി. ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകരുത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആ ശാസ്ത്രത്തിൽ വെറും ഭക്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ എന്ന്. ഒരിക്കലുമല്ല. ആർക്ക് വേണ്ടിയാണ് ഭക്തി? ആരിൽ ഉടലെടുക്കേണ്ടതാണ് ഭക്തി? മനുഷ്യനിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ, മനസ്സിൽ. അപ്പൊ മനുഷ്യ ഹൃദയത്തെ പരാമർശിക്കേണ്ടി വരും, മനസ്സിനെ നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും. ഭക്തി എന്തുകൊണ്ട് മുളയ്ക്കുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് കണ്ടെത്തേണ്ടി വരും, മറുപടിയും കണ്ടെത്തേണ്ടി വരും. അപ്പൊ ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന നരഹൃദയത്തെയോ മാനവ മനസ്സിനെയോ വേണ്ടതുപോലെ വിശകലനം ചെയ്ത് അതിലുള്ള ദൂഷ്യങ്ങളും ഉണ്ടക്കരികളുമെല്ലാം ചൂണ്ടിക്കാട്ടി അവയെ അനുക്രമം നീക്കം ചെയ്ത് മനസ്സിനെ പവിത്രമാക്കി സാക്ഷാത് ശ്രീഹരിക്ക് വന്നിരിക്കാനുള്ള ഒരു താമരപ്പൂവാക്കി തീർക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉദ്ദേശം. ആരെവിടെ ജനിച്ചു എന്നുള്ളത് ചോദ്യമല്ല, അവൻ പുരുഷനോ സ്ത്രീയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. എത്ര വയസ്സുള്ളവനായാലും വയസ്സ് കൂടിയവനായാലും ശരി, പുരുഷനായാലും സ്ത്രീ ആയാലും ദേവനായാലും അസുരനായാലും പട്ടി പൂച്ച പെരിച്ചാഴി ആയാലും ആരായാലും ഹൃദയം കൊണ്ട് നാം എല്ലാം ഒരുപോലെയുള്ളവരാണ്. എല്ലാവരുടെ ശരീരവും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പാഞ്ചഭൗതികമായ ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്നതും നിർമ്മിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം തന്നെ അഭൗമം, പഞ്ചഭൂതങ്ങൾക്ക് അപ്പുറത്തുള്ള ദിവ്യമായിരിക്കുന്ന ഒരു ചേതനാവിശേഷം, ഒരു ചൈതന്യവിശേഷമാണ്. ആ ചൈതന്യവിശേഷമാണ് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലും ആനയുടെയും കുതിരയുടെയും പട്ടിയുടെയും ഉള്ളിലുമെല്ലാം. ആ ചൈതന്യവിശേഷത്തെ പല വിധത്തിലായി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഉദ്ബോധിപ്പിച്ച് അവസാനം അതിന് നുണയാനും നുകരാനും ആസ്വദിക്കാനും ആ ആസ്വാദനത്തിൽ ആഹ്ലാദിച്ച് ആഹ്ലാദോന്മത്തരാക്കി തീർക്കാനും മാത്രം വേണ്ടിയാണ് ഈ ശാസ്ത്രം. അത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ഉപാഖ്യാനം കൊണ്ടോ നടന്നു എന്ന് വരില്ല.
അതുകൊണ്ട് പല വിധത്തിലുള്ള ഉപാഖ്യാനങ്ങളും ആഖ്യായികളും സംവാദങ്ങളും സിദ്ധാന്ത ചർച്ചകളും എല്ലാം തന്നെ അവതരിപ്പിച്ച് ഒരു ഭാഗത്ത് കാതിന് കേൾക്കാൻ പറ്റിയ തരത്തിൽ കർണാനന്ദകരമായി വിവരണങ്ങൾ നടത്തുന്നു, മറുഭാഗത്ത് ഭാവാത്മകമായ ഉജ്ജ്വലവും രോമഹർഷകരവുമായിരിക്കുന്ന വിവരണങ്ങളും വർണ്ണനകളും കാണാം. അതേ സമയത്ത് ആലോചനാശീലമുള്ളതായ ബുദ്ധിയെ വ്യഗ്രമാക്കി നിർത്തി ചിന്തിക്കാൻ പറ്റിയ തരത്തിലുള്ള അതിസൂക്ഷ്മവും വ്യാപകവും ഉത്തരോത്തരം ശ്രേയസ്കരവുമായിരിക്കുന്ന മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും അങ്ങനെ ധാരാളം പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ബഹുമുഖ സമീപനത്തോടു കൂടിയാണ് ഈ പാരമഹംസ സംഹിത പുറപ്പെടുന്നത്. അത് രചിച്ചതാകട്ടെ വേദവ്യാസ മഹർഷി, ആദ്യമായി പറഞ്ഞു കൊടുത്തതാകട്ടെ ശുകദേവൻ. വേദവ്യാസ മഹർഷി ഒരു തപസ്വിയായിരുന്നു, ഒരു സന്യാസിയായിരുന്നു. വീട്ടിലിരുന്നാൽ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊന്നും എഴുതാനോ ഇതിനെപ്പറ്റി ചിന്തിക്കാനോ പറ്റില്ല. ഗൃഹകൃത്യങ്ങൾ അദാന്തഗോഭിഹി വ്രജതാന്തമിശ്രം പുനഃപുനശ്ചർവിതചർവണാനാം എന്നാണ് പ്രഹ്ലാദന്റെ തന്നെ വാക്ക്. വീടിനെല്ലാം വിട്ട് കാട്ടിൽ പോയാലേ ഹേ അസുരവര്യ അസുര ചക്രവർത്തെ കാര്യങ്ങൾ നേരാവുള്ളൂ. ഈ വീട് എന്ന് പറയുന്നത് ആത്മപാദം ഗൃഹമന്ധകൂപം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ആത്മപാദം ഗൃഹമന്ധകൂപം. മനുഷ്യന്റെ ആത്മാവിനെ പതിപ്പിക്കുന്നതായ പൊട്ടക്കിണറാണ് വീട്. എഴുതി വെച്ചോളൂ, പൊട്ടക്കിണർ എന്ന നാളെ മുതൽക്ക്. ഈ വീടെന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ മാളികയൊക്കെ കെട്ടുന്നുണ്ടല്ലോ, അതിന്റെ ഉള്ളിലത്തെ ചരിത്രം ഇതാണ്. ആത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ഈ അന്ധകൂപമായിരിക്കുന്ന വീടിനെ വിട്ട് കാട്ടിൽ ചെന്നിരുന്നാലേ പറ്റുള്ളൂ എന്ന് കൊച്ചുകുട്ടി അച്ഛന്റെ മുഖം നോക്കി പറയുന്നതാണ് രംഗം. ഇവിടെ പറയണത് ആരാ? 7 വയസ്സായ കുട്ടി പറയുന്നതോ സ്വന്തം അച്ഛനോട്. എന്നാൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരിൽ 7 വയസ്സായ കുട്ടി എത്രയുണ്ട്? അപ്പൊ മഹർഷി കൊച്ചു പ്രഹ്ലാദനെ നിർത്തി പറയുന്നതും പറയിപ്പിക്കുന്നതും ആർക്ക് വേണ്ടിയിട്ടാ? 7 വയസ്സായ കുട്ടികൾക്കല്ല. 7 വയസ്സായ കുട്ടികൾ ഗ്രഹിക്കാൻ സാധിച്ച വളരെ ധന്യര് തന്നെ. ആ കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനമ്മമാരുമെല്ലാം കേൾക്കുന്നത് 70കാരും 17കാരും പോലും ഉണ്ടാവില്ല. അങ്ങനെ വയസ്സുകൂടിയവരാണ്. അപ്പൊ നമ്മോട് സംസാരിക്കുന്നത് വേദവ്യാസ മഹർഷിയാണ്. അദ്ദേഹത്തിന് ആ അദ്വൈജ്ഞാന രൂപത്തിലുള്ള പരമാത്മാവിനെ, പരമേശ്വരനെ, ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ച് ബന്ധിപ്പിക്കണം എന്നൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതിന് എന്തെല്ലാം പറഞ്ഞാൽ, ആരാരെല്ലാം പറഞ്ഞാൽ, എവിടെയെല്ലാം പറഞ്ഞാൽ, എങ്ങനെയെല്ലാം പറഞ്ഞാൽ ശരിയാകുമോ? ആ രംഗങ്ങളൊന്നും വിടാതെ ചിലപ്പോ കൊച്ചുകുട്ടികളെയാകും, ചിലപ്പോ പൃഥു ചക്രവർത്തിയാകും, ചിലപ്പോ ഋഷഭനെയാവും, രാജാവിനെയാവും, ചിലപ്പോ ജഡഭരതനെ കൊണ്ടാകും, ചിലപ്പോ ദിതിയെ കൊണ്ടാവാം, അതിഥിയെ കൊണ്ടാകാം. അങ്ങനെ പല പ്രകാരത്തിൽ ബഹുമുഖമായിരിക്കുന്ന ഒരു ആചാരതയും ഒരു ശാസ്ത്രീയതയുമാണ് ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യന്തം നാം കാണുന്നത്. അങ്ങനെ അതിവിശേഷപ്പെട്ടതായ ഈ ശാസ്ത്രത്തിൽ 7ാമത്തെ സ്കന്ധം അതിന്റെ എസൻസ് ആണ്, അതിന്റെ കഴമ്പാണ്, കാതലാണ് എന്ന് വരെ നമുക്ക് പറയാം. അത് കൊച്ചുകുട്ടിയാണ് അവിടെ പ്രകാശിക്കുന്നത്. ആ കൊച്ചുകുട്ടി എല്ലാവരും അനുകൂലിച്ച് സന്തോഷത്തോടു കൂടി പ്രകാശിക്കുകയല്ല. നിങ്ങൾ ഇതുവരെ പറഞ്ഞു കേട്ടതിൽ നിന്ന് ബാക്കിയുള്ള കുട്ടികളോട് 7 വയസ്സായ കുട്ടി മറ്റുള്ള സഹപാഠികളെ വിളിച്ച് ഉപദേശിക്കുന്ന സമയത്ത് ഓ ഇങ്ങനെയുണ്ടോ, ബലേ ഭേഷ്, ഈ പറയണത് ശരിയാണല്ലോ, ഇത് നമ്മുടെ ആചാര്യൻ ഗുരുദേവന്മാർ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഈ കൊച്ചുകുട്ടനത് എങ്ങനെയുണ്ടായി, കാത് കടം മേടിച്ച് കാത് കൂർമ്പിച്ച് അവർ കേട്ടു അത്രേ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ചൊല്ലാണ്. അതേ സമയത്ത് അച്ഛന് ജന്മം നൽകിയ അച്ഛനത് തൃപ്തിപ്പെട്ടുമില്ല, അത് ഇഷ്ടപ്പെട്ടുമില്ല. മകന്റെ ഓരോ വാക്കും കത്തുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന മാതിരിയാണ് അച്ഛന് അനുഭവപ്പെട്ടത്. ആ മകനെ കൊല്ലാൻ വരെ നോക്കി, പലതും പരിശ്രമിച്ചു. അച്ഛന്റെ പരിശ്രമത്തിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പരിശ്രമം ഏശാവുന്ന ഒരു മകനെ അല്ല പെറ്റു വളർത്തിയത് എന്നുള്ളതാ വ്യത്യാസം. നിങ്ങളൊരു മകനെ പെറ്റത് കൊണ്ട് മാത്രം ഒരൊറ്റ ആളും വിചാരിച്ചു പോകരുത് ആ കൊച്ചുകുട്ടി നിങ്ങളുടേതാണെന്ന്. ഞാൻ എല്ലാ അമ്മമാരോടും തുറന്നു ചോദിക്കണു, ഗർഭാശയത്തിൽ ഗർഭം നൽകിയതിന് ശേഷം വളരുന്ന ശിശുവിന്റെ അംഗോപാംഗങ്ങളോ, വികാര നിർഭരമായിരിക്കുന്ന മനസ്സോ, വിവേക നിർഭരമായിരിക്കുന്ന ബുദ്ധിയോ ഏതെങ്കിലും ഒന്ന് ഈ അമ്മ വളർത്തിയെടുത്തോ, ഒരച്ഛൻ വളർത്തിയെടുത്തോ? നമുക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട്, പേരിന് മാത്രം. ആ കുട്ടികളുടെ ഉടമസ്ഥാവകാശം, രൂപീകരണം നിങ്ങളുടെ കയ്യിലില്ല. ആ കുട്ടി നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഗർഭകാലത്തിൽ പ്രാർത്ഥിച്ചോളൂ, നല്ല കാര്യങ്ങൾ ചിന്തിച്ചോളൂ. എന്റെ ഉള്ളിൽ കിടക്കുന്നതായ കുട്ടി, പ്രകൃതി രൂപപ്പെടുത്തുന്ന കുട്ടി, ഈശ്വര ഹസ്തങ്ങളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതായ കുട്ടിക്ക് നല്ല ബുദ്ധിയും നല്ല മനസ്സും അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ വളരണമേ എന്ന് വിചാരിച്ച്
ഒരു തരത്തിൽ പ്രാർത്ഥന, മറ്റൊരു പ്രകാരത്തിൽ അതിനുവേണ്ട പ്രക്രിയ നിങ്ങൾ തൊടുത്തുവിടാൻ പരിശ്രമിക്കണം. അത് രണ്ടുമായാൽ കാര്യങ്ങൾ നന്നായി. അതിനു മീതെ ഉടമസ്ഥാവകാതം നടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്ക് ജനിച്ച കുട്ടി, ഞാൻ പറയണതേ കേൾക്കാവൂ, ആ ധാരണ ശരിയല്ല. ഇവിടുത്തെ ഒരു അച്ഛനെ മുമ്പിൽ കൊണ്ടു നിർത്തി മകൻ പറയണു സുധീരമായി, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് അടിപോലും തെറ്റില്ല എൻ്റെ പൊന്നച്ഛ, തെറ്റില്ല, ഞാൻ ഉറച്ചു നിൽക്കും, എൻ്റെ വിശ്വാസത്തിൽ തെറ്റില്ല, വിശ്വസിക്കുന്ന ഞാൻ നിഷ്കളങ്കനുമാണ്. എൻ്റെ വിശ്വാസം തെറ്റിയ സർവത്ര അടിച്ചോളൂ, മാറ്റിക്കോളൂ, കൊന്നോളൂ. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ, വിവേകത്തിൽ നിന്ന് ഞാൻ വഴിതെറ്റിപ്പോകുന്നവനല്ലെങ്കിൽ എല്ലാ സമയത്തും ഞാൻ ഉറച്ചു നിൽക്കും. അതിൽ വിമർശിക്കാനുള്ളൊരു അധികാരം ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും പോലുമില്ല, അച്ഛനുമില്ല അമ്മയ്ക്കുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ 7 വയസ്സായ ഒരു കുട്ടിയുടെ ഉള്ളിൽ സുധീരമായിട്ടുള്ള ഒരു നിലപാട് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനും മഹർഷിക്ക് മറുപടി പറയാനുണ്ട്. പ്രഹ്ലാദനെ പറ്റി ചിത്രീകരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വേദവ്യാസർ പറയുകയാണ്, സാധാരണ ഒരു കുട്ടി പുലമ്പുന്നതാണോ പ്രഹ്ലാദൻ ചെയ്തത്? അല്ല, നേരെ മറിച്ച് ന്യസ്തക്രീഡന ഗോപാലോ ന്യസ്തക്രീഡന ഗോപാലോ ജഡവത്തന്മനസ്തയാ കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ ന വേദ ജഗദീദൃശം ആസീനഃ പര്യടന്നശ്നൻ ശയാനഃ പ്രതിബൻ ബ്രുവൻ നാനുസന്ധത്തയേതാനി ഗോവിന്ദ പരിരംഭിതഃ. ഞാൻ ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്, എനിക്ക് വലിയ രസമാണ്. നിങ്ങൾക്കിത് കേൾക്കണോ? അതോ ഞാൻ കഥ മാത്രം പറഞ്ഞാൽ മതിയോ? എന്താ മിണ്ടാത്തെ? എനിക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന് ശ്ലോകം ചെല്ലുമ്പോ നിങ്ങൾക്കും ഉണ്ടോന്നാ ചോദിക്കണേ. നന്നായി. ന്യസ്തക്രീഡന ഗോപാലോ ജഡവത്തന്മനസ്തയാ കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ നോ നവേദ ജഗദീദൃശം. ചെറുപ്പകാലം കളിക്കുന്ന സമയത്തുണ്ട്, കളിയുന്ന സമയത്ത് തന്നെ ന്യസ്തക്രീഡനകോ, ആ കളിക്കോപ്പുകളൊക്കെ അങ്ങോട്ട് വിടുന്നത്രേ. എന്നിട്ടോ ഒന്നും അറിയാത്ത പോലെ എങ്ങനെ ഇരിക്കും. കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ബ്രഹ്മരക്ഷസ് പോലെ കടന്ന് പിടിച്ച മാതിരിയാ. സാധാരണ ഈ ഉന്മത്തതയൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. നമ്മൾ പിശാച് പിടിച്ചു, ബ്രഹ്മരക്ഷസ് പിടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനായിരുന്നു ആ പിടിച്ചിട്ടുള്ള ഗ്രഹം. കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ. ബാക്കിയുള്ള ഈ ലോകം പോലും അറിഞ്ഞില്ല. പക്ഷെ അച്ഛനമ്മമാർക്ക് അതൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ എന്തോ ഉള്ളില് അങ്ങനെ ആലോചിച്ചിരിക്കുക. അവർക്ക് മനസ്സിലാവോ? അവർ വിചാരിച്ചു ഇത് പ്രാന്തോ ബ്രഹ്മരക്ഷസോ ഒക്കെ ആയിരിക്കുന്നു. അതിനു വേണ്ടി പുണ്യാഹവും മന്ത്രവും തന്ത്രവും ഒക്കെ അവർ ചെയ്തത്. പക്ഷെ ആ കുട്ടി അങ്ങനെയല്ല, ജഗത്തിനെ പോലും അറിയാതെ ഇരിക്കുന്ന ഒരു നിലപാടായിരുന്നു. ആസീനഃ പര്യടന്നശ്നൻ ശയാനഃ പ്രതിബൻ ബ്രുവൻ നാനുസന്ധത്തയേതാനി ഗോവിന്ദ പരിരംഭിതഃ. ഈ ഒരു വരിയൊക്കെ വായിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം, സാഫല്യം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു തരത്തിൽ വല്ല പാത്രവും കിട്ടിയാൽ ഉള്ളുന്നതൊന്ന് അളന്നിട്ട് അങ്ങോട്ട് പങ്കുവെച്ച് തരായിരുന്നു. ഗോവിന്ദ പരിരംഭിതഃ. സാക്ഷാത് ഗോവിന്ദൻ മോക്ഷപ്രദനായി സച്ചിദാനന്ദമൂർത്തിയായി അഖില ചരാചരങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ആ മഹത് സാന്നിധ്യം കാറ്റ് ഉള്ളിൽ പ്രവേശിച്ചാൽ എല്ലാ സെല്ലുകളിലും, കേൾക്കുന്നുണ്ടോ നിങ്ങള്? നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി സെല്ലുകളുണ്ട്. ആ കോടാനുകോടി സെല്ലുകളിൽ സർവത്ര വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? വായു. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമോ അത് വയറ്റിൽ മാത്രമേ കിടക്കുള്ളൂ. വായിലത്തെ രുചിയോ ഈ നാവ് വിട്ട് സലേവറി ബഡ്സ് വിട്ട് പുറത്തേക്ക് പോവില്ല. നിങ്ങൾ തൊണ്ടയ്ക്ക് വന്ന രസമുണ്ടാവില്ല. ഈ കാറ്റ് എല്ലാ ദിക്കിലും വ്യാപിക്കുന്നു. പക്ഷെ കാറ്റ് വ്യാപിക്കുന്നത് എവിടെയാ? ശരീരത്തിന്റെ ആണവികമായിരിക്കുന്ന ഭാഗങ്ങളിലാണ്. എന്നാൽ മനസ്സ് ദ്രവ്യമല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Mind is not anything like material or energial. The mind level of existence is something entirely different from and superior to the biological aggregate called the body. ആ മനസ്സ് ദ്രവ്യാതീതമായിരിക്കുന്ന ഒരു തലമാണ്. അതിൽ ഇതുപോലെ വ്യാപിച്ചിരിക്കുന്ന ഒരു വിശേഷപ്പെട്ടതായ ആലിംഗനമാണ് ഗോവിന്ദ പരിരംഭിതഃ. സാക്ഷാത് ഗോവിന്ദൻ തന്നെ വന്ന് ഒരു പക്ഷേ ആ കുട്ടി അറിഞ്ഞില്ല, അങ്ങനെ ആലിംഗനം ചെയ്തിരിക്കുന്നത് കൊണ്ട്. ആസീനഃ പര്യടന്നശ്നൻ ശയാനഃ പ്രതിബൻ ബ്രുവൻ.
ഇരിക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തോ തിന്നുന്ന സമയത്തോ കിടക്കുന്ന സമയത്തോ അല്ല, കുടിക്കുമ്പോഴോ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ. നാനുസന്ധത്തേതാനി, ഇത് മുഴുവനും വേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ടോ പങ്കെടുത്തുകൊണ്ടോ അല്ല ഇത് മുഴുവൻ ചെയ്തത്. ഒരു നിഴലാട്ടം പോലെ എല്ലാം ചെയ്തു പോന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നിങ്ങളെ ഏതോ ഒരു കുട്ടി പെട്ടെന്ന് അബദ്ധം പറഞ്ഞു ഒരു ജൽപ്പനമായി എന്ന് വിചാരിക്കരുത്. പറയണത് മുഴുവൻ വളരെ തൻ്റെ ഇടമുള്ള കാര്യങ്ങളായിരുന്നു. അതിനുള്ള അർഹത കുട്ടിക്ക് ചെറുപ്പകാലം മുതൽക്ക് എന്തോ കാരണത്താൽ കിട്ടി. ആ ഒരു കുട്ടിയാണ് വളർന്നു വന്നത്. ആ വളർന്നു വന്ന സമയത്ത് എന്തുണ്ടായി എന്നൊക്കെ നിങ്ങളിവിടെ പറഞ്ഞു കേട്ടു. കണ്ടമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശ്രീമാൻ നിങ്ങളോട് പറയുണ്ടായി. കുട്ടികളോടൊക്കെ പറഞ്ഞു. അവസാനം അച്ഛൻ കൂട്ടാക്കിയില്ല, കേട്ടില്ല, മടിയിലിരുത്തി ചോദിച്ചു എന്താ പഠിച്ചതെന്നൊക്കെ നിങ്ങൾ കേട്ടുല്ലോ. അതിൽ ഞാൻ വേറൊരു ഭാഗമാണ് പറയുന്നത്. എന്താ ആ ഭാഗം? ഈ കുട്ടിയെ പഠിപ്പിക്കാനായി ഷണ്ടാമർക്കന്മാരെ ഏൽപ്പിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ചപ്പോ ഷണ്ടാമർക്കന്മാര് പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഉപദ്രവമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, ഇവന് കുറേശ്ശ ഹരിഭക്തിയുടെ ലാഞ്ചന കാണാനുണ്ട്, ഇത് ഉപായപ്പെട്ടതല്ല. എന്നാൽ ആരുടെ പേരില്ല ഭക്തി ഉണ്ടായിട്ടുള്ളത്? ശ്രീഹരിയുടെ മേലെയാണ്. ഈ ശ്രീഹരി ആരാ? എൻ്റെ ബദ്ധശത്രുവാണ്. അപ്പൊ എൻ്റെ ശത്രുവിനെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ എൻ്റെ മകൻ ചെയ്താൽ ഞാൻ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ അവന്റെ ബുദ്ധി വല്ലാതെ പിഴച്ചതാണ്. പിന്നെ വിഷ്ണുപക്ഷത്തിൽപ്പെട്ട ചിലരൊക്കെ വേഷം മാറി ഇവിടെ നടക്കുന്നുണ്ട്. അവരൊക്കെ ഈ കുട്ടിയുടെ ബുദ്ധിയെ തെറ്റിദ്ധരിപ്പിക്കും. അതിനൊന്നും അവകാശം കൊടുക്കരുത്. അതുകൊണ്ട് നല്ല പോലെ പഠിപ്പിക്കുന്നായി. തരക്കടില്ല, കൊള്ളാം. ചണ്ടാമർക്കന്മാർ ഇതിന് പുറപ്പെട്ടു. പഠിപ്പിക്കുക എന്നുള്ളതോ ഒന്ന്, പഠിക്കുക എന്നുള്ളതോ എന്താ മിണ്ടാത്ത? ഈ പഠിപ്പിക്കുന്ന ആളാ പഠിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കേൾക്കണതും ഗ്രഹിക്കണത് ആരാ? നിങ്ങളാണ്. അപ്പൊ ഞാൻ പറയണത് എനിക്കിഷ്ടമുള്ളത് പറയാം, നിങ്ങൾ കേട്ട് ഗ്രഹിക്കണത് ശരിയല്ലെങ്കിലോ? അപ്പൊ ആ കുട്ടികൾ എന്ത് ചെയ്തു? ഇവരെല്ലാവരും കേട്ടിരുന്നു. മൂത്രശങ്കയ്ക്കായി ആചാര്യന്മാർ അങ്ങോട്ട് പോകുമ്പോ ഈ കുട്ടി വെറുതെ ഇരുന്നില്ല. വരൂ വരൂ വരൂ, ഇവിടെ ഇരിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ വിട്ടുകളയുന്നു. എല്ലാം കൂടിയിട്ട് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥങ്ങളുണ്ട്. എന്ത് ചെയ്യുന്നതിന് മുൻപും അത് ധർമ്മയുക്തമായി ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് സാധാരണക്കാർക്ക് ബോധ്യം വരില്ല. അതുകൊണ്ട് പഴയ കാലത്ത് പറഞ്ഞു വെച്ച ആ പന്ഥാവിൽ കൂടി അങ്ങനെ സഞ്ചരിക്കുക. മഹാജനോ ഏനഗതസപന്ഥ, മഹാജനങ്ങൾ പോയ വഴിയേ പോവുക. അതാണ് ഇവിടെ വേണ്ടത്. എന്നാൽ ഇവരോ അച്ഛൻ പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അർത്ഥവും കാമവും, പണം സമ്പാദിക്കാൻ, സമ്പത്ത് നേടാനുള്ള വഴിയും അത് സുഖമായിട്ട് മൂക്ക് പിടിച്ച് അനുഭവിക്കാനുള്ള വഴിയും മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. അതിൽ നന്മ പുലർത്തണം, നിയന്ത്രണം വേണം എന്നുള്ള കാര്യം വിട്ടുകളഞ്ഞേക്കൂ. പിന്നെ അവസാനത്തെ കാര്യം മോക്ഷം ഉണ്ടല്ലോ, ഇതൊക്കെ വിട്ടുപോകണം എന്നുള്ള കാര്യം അതും മിണ്ടിപ്പോകരുത്. ഈ മോക്ഷത്തിന് കാരണമായിരിക്കുന്ന ഈശ്വര ഭക്തി ഉണ്ടല്ലോ, അതും പറഞ്ഞു പോകരുത്. അങ്ങനെ ധർമ്മത്തെയും മോക്ഷത്തെയും ഒഴിച്ചു നിർത്തി അർത്ഥകാമങ്ങൾ മാത്രമേ പഠിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയല്ല കേട്ടോ. ഈ ആചാര്യന്റെ പോക്ക് ശരിയല്ല. ഒന്നിലോ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ നമ്മെ വഞ്ചിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്നിരിക്കൂ, ഞാൻ പറഞ്ഞു തരാം. വലിയ ഇഷ്ടമായി. കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന ആൾക്കാരുണ്ടോ? ഇന്നും വിദ്യാർത്ഥികൾക്ക് മധ്യത്തിൽ ഏതെങ്കിലും ഒരാൾ നല്ല പോലെ തൻ്റെ ഇടം സംസാരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയുള്ള തൻ്റെ ഇടം നമ്മുടെ വിദ്യാർത്ഥികൾ കാണിക്കണില്ല. അവർ മറ്റൊരു തൻ്റെ ഇടം കാണിക്കുന്നത്. അതാണ് നമുക്കുള്ള കുഴപ്പം. എല്ലാവരും വന്നിരുന്നു, കാതുകൂർമ്മിച്ചിരുന്ന് സംസാരിക്കുകയാണ്. എന്താ പറയാൻ തുടങ്ങിയത്? കൗമാരാചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥദം യഥാഹി പുരുഷസ്യേഹ വിഷ്ണോഃ പാദോപസർപ്പണം യദേശ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃത് സുഖമൈന്ദ്രികം ദൈത്യാഃ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖമയത്നതഃ തത്പ്രയാസോ ന കർത്തവ്യോ യത ആയുർവ്യയഃ പരം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദ ചരണാംബുജം തതോ യദേത കുശലഃ ക്ഷേമായ ഭയമാശ്രിതഃ ശരീരം പൗരുഷം യാവത് ന വിപദ്യേത പുഷ്കലം. ഭാഗവത ശ്ലോകങ്ങളെ വായിച്ച് ധാരാളം കേൾക്കണം. അതാണല്ലോ പാരായണം. അപ്പൊ ഞാൻ ഒരു 3-4 പാരായണം ചെയ്യാമെന്ന് വിചാരിച്ച് പാരായണം ചെയ്തതാണ്. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ. നോക്കൂ നോക്കൂ നോക്കൂ, ചെറുപ്പകാലം മുതൽക്ക് തുടങ്ങണം ഭാഗവത ധർമ്മങ്ങൾ പരിശീലിക്കാൻ. എന്താണ് ഈ ഭാഗവത ധർമ്മങ്ങൾ? ഭഗവാനെ സംബന്ധിക്കുന്നത്, പ്രത്യേകിച്ചും ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ, മനുഷ്യൻ. ആ ആള് പുരുഷനായാലും സ്ത്രീ ആയാലും കൊള്ളാം. അവരുടെ മനസ്സിനെ
ഭഗവോന്മുഖമാക്കി തീർത്ത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നതായ ഗുണശീല മഹിമകൾ ഉൾക്കൊള്ളാൻ പറ്റിയതാണ്, ഉൾക്കൊള്ളിക്കുന്നതാണ് ഭാഗവത ധർമ്മങ്ങൾ. ഒരു ഭക്തനായിട്ടുള്ളവൻ എങ്ങനെ ലോകത്തെ വീക്ഷിക്കണം, നോക്കിക്കാണണം. നോക്കിക്കണ്ട് വ്യവഹരിക്കുന്ന സമയത്ത് എന്തെല്ലാം മൂല്യങ്ങളും നിയന്ത്രണങ്ങളും അയാൾ കൊണ്ടു നടക്കണം. ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ ഏത് പൂജയാണ് ഈശ്വരന് ഇഷ്ടാവുക? നമുക്ക് ഇഷ്ടാവുന്ന പൂജ ഒന്നാവാം. ഭഗവാന് ഇഷ്ടമാകുന്ന പൂജ ഏതാണ്? ആ പൂജ ഞാനൊരു ഭക്തനാണെന്ന് പൂജാ സമയത്ത് മാത്രം തെളിഞ്ഞാൽ മതിയോ? പൂജയ്ക്ക് മുമ്പും പൂജയ്ക്ക് ശേഷവും ഒരു ഭക്തൻ എങ്ങനെ ലോകത്തിൽ വ്യവഹരിക്കണം എന്ന് പറഞ്ഞ് ഈ ഭാഗവതത്തിന്റെ വർണ്ണനയിൽ നിങ്ങൾ കാണും. ഒരു സമയത്ത് അവർ ഭഗവത് വർണ്ണന പൂർണ്ണമായി നിർത്തി ഭക്തവർണ്ണനകളും വിവരണങ്ങളുമാണ് നമുക്ക് തരുന്നത്. ഭക്തി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഭഗവാനിലുള്ള പരിവർത്തനമല്ല, ഭജിക്കുന്ന നമ്മളിൽ, പൂജിക്കുന്ന നമ്മളിൽ, ആരാധിക്കുന്ന ആരാധകന്മാരിലുള്ള ആദ്യന്ത പരിവർത്തനം, അടിമുടി പരിവർത്തനമാണ് നാം ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെപ്പറ്റി പറയുന്നതാണ് ഭാഗവത ധർമ്മം. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം. നോക്കൂ, ഈ ഭാഗവതം കേൾക്കാൻ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരും ഭാഗവതന്മാരാണോ? എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം? എത്ര കുട്ടികളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? എന്തേ കൊണ്ടുവരാത്തെ? പ്രഹ്ലാദൻ പറയണത് കൗമാരാചരേ പ്രാജ്ഞ, അറിവുള്ളവർ ചെറുപ്പകാലം മുതൽക്ക് കുമാരകാലം, കൗമാര സമയത്ത് തന്നെ തുടങ്ങണം ഭാഗവത ധർമ്മങ്ങൾ ശീലിക്കാൻ. നിങ്ങൾക്ക് ആർക്കും മുതിർന്നവർക്ക് കൗമാരമല്ല, അതൊക്കെ കഴിഞ്ഞു. എന്നാ നമ്മുടെ വീട്ടില് ചെറുപ്പക്കാരായിട്ടുള്ള ചിലരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഭാഗവത കഥകളും വർണ്ണനകളും ഒന്ന് കേൾപ്പിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഭാഗവതന്മാരാവുക? ഒന്ന് പറഞ്ഞു തരൂ. ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റുമോ? ഈ ഭാഗവത സത്രശാലയിൽ, ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രശാലയിൽ ഇരിക്കുന്നവരൊക്കെ ഭാഗവതന്മാരാണെന്ന് ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നോ? എന്താ മിണ്ടാത്തെ? എന്താ കാരണം? കുട്ടികളുടെ തെറ്റോ നിങ്ങളുടെ തെറ്റോ? അവർക്കൊരു 16 വയസ്സാകുന്നവരെ നിങ്ങൾക്ക് ഏമിച്ചും ശാസിച്ചും കൊണ്ടുവരാമല്ലോ. അത് കൂട്ടാക്കണില്ലല്ലോ. ചുരുക്കം പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരില്ല, സ്വാമിജി പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കുട്ടികൾ നേരെയായി ഞങ്ങൾക്ക് കാണണ്ടാന്ന്. അതല്ലേ അതിനർത്ഥം? നേരെയാവില്ല, അവർ നേരെയാക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നേരെയാൽ മതി എന്നുള്ള ധാരണയാണല്ലോ. ഒന്നുകിൽ സ്വാർത്ഥം, അല്ലെങ്കിൽ അവിവേകം, ഗംഭീരമായിരിക്കുന്ന മോഹം, തെറ്റിദ്ധാരണ. അപ്പൊ നല്ലോണം കേട്ടോളൂ. വേദവ്യാസ മഹർഷിയും ഭാഗവതവും ആവശ്യപ്പെടുന്നത് കൗമാരാചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. എന്താ കാരണം? ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം. മാനുഷ ജന്മം വളരെ ദുർലഭമാണ്. അതിലും തദപ്യധ്രുവമർത്ഥതം, അത് മറ്റെല്ലാ ജീവനെ പോലെ നശ്വരമാണ്. നശ്വരമാണെങ്കിലും അർത്ഥതമാണ്. പരമപുരുഷാർത്ഥം വരെ നേടിയെടുക്കാൻ അതിൽ സാധിക്കും. ബാക്കി എല്ലാ ജീവജാലങ്ങളിലും അതിനുള്ള യോഗ്യതയില്ല. നരിയുടെയും പന്നിയുടെയും പെരിച്ചാഴിയുടെയും ആനയും കണ്ടാമൃഗത്തിന്റെ പോലെയുള്ള ശരീരം തന്നെയാണ് നമ്മളുടെ നശ്വരതയെ സംബന്ധിച്ചിടത്തോളം. ബാക്കി എല്ലാ ശരീരങ്ങളെ പോലെ നശ്വരമാണ് നമ്മുടെ ശരീരം എന്നുണ്ടെങ്കിലും മനുഷ്യ നശ്വരതയ്ക്ക് ഒരു വിശേഷതയുണ്ട്. അനശ്വരമായിരിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നേരത്തെ കൂട്ടി പുറപ്പെടണം. എപ്പോഴാ നമ്മളെ മരണം പിടിപെടുക എന്നറിയില്ല. അതുകൊണ്ട് നീട്ടിവെക്കരുത്. പെൻഷൻ കഴിഞ്ഞതിനാവാം, പിന്നീടാവാം എന്ന് വിചാരിക്കരുത്. എത്രയും വേഗം പുറപ്പെടുക എന്നുള്ളതാണ്. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോഃ പാദോപസർപ്പണം യദേശ സർവഭൂതാനാം പ്രിയാത്മേശ്വര സുഹൃത്. ഭഗവതർപ്പണത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഭഗവതർപ്പണത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അത് സാധിക്കുന്നില്ല. യദേശ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃത്. എന്താ കാരണം? ഈ ആത്മാ എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ശബ്ദത്തിന് വിഷയമായിരിക്കുന്നത് അഹം പ്രത്യയ ഗോചരമാണ് ആത്മാവ്. ആ ആത്മാവിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇത് ഭാഗവതത്തിന്റെ നിഷ്കർഷിച്ചിട്ടുള്ള പ്രസ്താവനയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞ് ഒരൊറ്റ ആള് പുറത്തേക്കോ ചുറ്റും നോക്കരുത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ഞാൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. ആ ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, സുഹൃത്തുമാണ്. കുട്ടി പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഭഗവാൻ സുഹൃത്താണെന്ന്, എപ്പോഴും ഹിതകാരിയ. ഭഗവാനിൽ നിന്ന് അഹിതം നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, ആലോചിക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഹിതം ചെയ്യുന്നവരാണ്.
യദേശ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃത് സുഖമൈന്ദ്രിയകം ദൈത്യാഹ ദേഹയോഗേന ദേഹിനാം. ദേഹമുണ്ടെങ്കിൽ നമുക്ക് ഐന്ദ്രിയമായിരിക്കുന്ന സുഖമുണ്ടാവും. ആ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട. ഇതൊക്കെ ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. സുഖം നിങ്ങൾ ആലോചിക്കേണ്ട, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട എന്നാ പറയുന്നത്. എന്താ കാരണം? ദേഹമുള്ളപ്പോ ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങൾ ഉള്ളപ്പോ ഇന്ദ്രിയ വസ്തുക്കളുമായി സമ്പർക്കം നടക്കും. അങ്ങനെ സമ്പർക്കം നടന്നാൽ മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. ശീതം ഉഷ്ണം എന്നതുപോലെ സുഖദുഃഖങ്ങൾ തന്നെത്താനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ കണ്ണും കാഴ്ചയുമായി ബന്ധപ്പെട്ടാൽ, ചെവിയും ശബ്ദവുമായി ബന്ധപ്പെട്ടാൽ, മറ്റിന്ദ്രിയങ്ങൾ ഇന്ദ്രിയ പദാർത്ഥങ്ങളോടുകൂടി സമ്പർക്കം പുലർത്തിയാൽ അനിവാര്യമായി ഉണ്ടായിത്തീരുന്നതാണ് സുഖം. അത് ഉണ്ടാവോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാണ്. സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖമയത്നതഃ. ദുഃഖത്തിന് വേണ്ടി നമ്മൾ പാടുപെടാറുണ്ടോ? പക്ഷെ ദുഃഖം ഉണ്ടാവാറില്ലേ? ഈ ദുഃഖം ഉണ്ടാവണമെങ്കിൽ തന്നെ എപ്പോഴാ ദുഃഖം ഉണ്ടാവുക? സുഖം പോകുമ്പോഴല്ലേ ദുഃഖം. അപ്പൊ ഒരു ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് സുഖം ഉണ്ടായിരുന്നു. പോട്ടെ, ഈ ദുഃഖത്തിന് ശേഷം വരാൻ പോണത് എന്താ? സുഖം. അപ്പൊ ദുഃഖം എങ്ങനെയാണോ പണിപ്പെടാതെ വരുന്നത്, അതേമാതിരി സുഖവും പണിപ്പെടാതെ വരും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ട. ഐന്ദ്രിയ സുഖം തത്പ്രയാസോ ന കർത്തവ്യോ യഥ ആയുർവ്യയഃ പരം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദ ചരണാംബുജം. അപ്പൊ ഇന്ദ്രിയ നിലവാരത്തിൽ അനുഭവിക്കേണ്ടതായ സുഖത്തിന് വേണ്ടി ഒരിക്കലും നാം പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തിനെങ്കിലും ഒന്ന് പരിശ്രമിക്കണമെങ്കിലോ ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദ ചരണാംബുജം. സാക്ഷാത് മുകുന്ദൻ, മോക്ഷദാതാവായിരിക്കുന്ന ഗോവിന്ദൻ, ശ്രീകൃഷ്ണ പരമാത്മാവ് അല്ലെങ്കിൽ മഹാവിഷ്ണു ഹരി, അദ്ദേഹത്തിന്റെ ചരണാംബുജം സേവിക്കാനായി പരിശ്രമിക്കുക. അവിടുന്ന് അങ്ങടാണ് മോക്ഷത്തിന്റെ നിലപാടും നിത്യസുഖവുമൊക്കെ. തതോ യദേത കുശലഃ ക്ഷേമായ ഭയമാശ്രിതഃ ശരീരം പൗരുഷം യാവത് ന വിപദ്യേത പുഷ്കലം. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് എപ്പോ വേണം? വയസ്സായതിനു ശേഷമല്ല. ഞാനിവിടെ പലരെയും കാണുന്നുണ്ട്, അവർക്ക് നിൽക്കാൻ വയ്യ, കിടക്കാനും വയ്യാത്ത മാതിരിയായിരിക്കുന്നു. അതുവരെ ആയിട്ടല്ല ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രശാലയ്ക്ക് വരേണ്ടത്. തലമുടിയൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുമ്പോ, തൊക്കൊന്നും ചുളിയാതെ ഇരിക്കുമ്പോ, ചെറുപ്പമായിരിക്കുമ്പോ, വിവാഹത്തിന് മുൻപും വിവാഹാനന്തരവും വിവാഹാവസരങ്ങളിലും ഒക്കെ ഇവിടെ വരേണ്ടതാണ്. എത്രയും ശരീരത്തിന് പുഷ്ടിയുള്ളപ്പോ, ബലമുള്ളപ്പോ വേണം ഈ വക കാര്യങ്ങൾ ഗ്രഹിക്കാനും കേൾക്കാനും. ഇത് ആത്മബലം വർദ്ധിപ്പിക്കുന്നതാണ്. ആത്മബലം ഉണ്ടെങ്കിലേ ഈ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശരീരം കേടുവരുന്നതിന് മുൻപ്, വാർദ്ധക്യം തട്ടുന്നതിന് മുൻപ്, ക്ഷയിക്കുന്നതിന് മുൻപ് എത്രയും വേഗം ഇതിന് പരിശ്രമിക്കണം എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പ്രഹ്ലാദൻ തുടങ്ങുന്നത്. ഇതിൽ കുറെ അധികം നീണ്ടുപോകുന്നതായ ഉപദേശമാണ്. ഞാൻ ഇതിന്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങളോടിപ്പോ പറയാം. ഹരിസർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വരഃ ഇതി ഭൂതാനി മനസാ കാമൈസ്തൈഃ സാധു പൂജയേത്. ഹരിഃ സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വരഃ. ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത. നോക്കൂ, ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ഭാഗത്തും വിജ്ഞാനം ഉണ്ടാവും, അറിവ്. ഹരിയെ പറ്റി പറയുകയാണ്. അപ്പൊ ഇവിടെ നാം പൂജിക്കുന്നുണ്ട്, പടം വെച്ച് പൂജിക്കുന്നുണ്ട്, പ്രതിമയുണ്ട്, എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്. ഏത് ഭഗവാനെ സൂചിപ്പിക്കുന്നുവോ, ഭഗവത് സാന്നിധ്യം സൂചിപ്പിക്കുന്നുവോ, അതിനെപ്പറ്റി നമ്മൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോ പ്രഹ്ലാദൻ 7 വയസ്സായ കുട്ടി സഹപാഠികളോട് പറയാണ്, ഹരിസർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വരഃ ഇതി ഭൂതാനി മനസാ കാമൈസ്തൈഃ സാധു പൂജയേത്. വിശേഷപ്പെട്ട ഒരു ശ്ലോകാണ്. പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലാക്കേണ്ടതും പ്രജ്ഞ പിടിച്ചതും ഗ്രഹിക്കേണ്ടതുമായ ഒരു ശ്ലോകാണ്. സാക്ഷാത് ശ്രീഹരി എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ അധിവസിക്കുന്നുണ്ട്. ആ ഒരു വിചാരമാണ് നിങ്ങൾക്ക് വരേണ്ടത്. നാം ഇവിടെ പൂജിക്കുന്നതായ മഹാവിഷ്ണു, ശ്രീഹരി, ഭഗവത് സാന്നിധ്യം ആ പടപ്പിൽ മാത്രമോ ഈ 4 ഭാഗത്തും ഇല്ലായില്ല. എല്ലാ ജീവജാലങ്ങളിലും പഞ്ചഭൂതങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വരഃ ഇതി ഭൂതാനി മനസാ. ഇങ്ങനെ വിചാരിച്ച് മനസ്സുകൊണ്ട് കാമൈസ്തൈഃ സാധുമാനയെ പൂജയെ, എല്ലാവരെയും അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി പൂജിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?
വിശന്ന് വരുന്ന ഒരു നായയ്ക്ക് അതിനുള്ള ഭക്ഷണം കൊടുക്കുക, ഒരു പശുവിന് പുല്ല് കൊടുക്കുക, ഒരു അതിഥിക്ക് അതിഥി സത്കാരം ചെയ്യുക. ആർക്ക് എന്ത് ആവശ്യമുണ്ടോ, അവരുടെ അഭിലാഷങ്ങളുണ്ടോ, ആ അഭിലാഷങ്ങൾ നിർവഹിക്കുക. അതിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ അഭിലാഷങ്ങൾ നിർവഹിക്കാനുള്ള ഒരു അവകാശവും ഒരു സമ്മതപത്രവും കിട്ടുന്നത്. നിങ്ങൾ ഒരു സാരി മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ശാസ്ത്രാനുസാരമായി ശാസ്ത്രോചിതമായിട്ട് വേണം ചെയ്യാൻ. കുട്ടികൾക്ക് ഓണവസ്ത്രങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിലും അതിന് ശാസ്ത്രീയ സമ്മതമുണ്ട്. അത് നോക്കി മനസ്സിലാക്കുന്നത് ആവശ്യമാണ്. എല്ലാ ദിക്കിലും ശ്രീഹരിയുണ്ട്. ആ ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിക്കുന്നിടത്തോളം അളവ് വരെ തൃപ്തിപ്പെടുത്തി വരുന്നത് ഭഗവത് പൂജയാണ്. അതൊക്കെ പറഞ്ഞ് അദ്ദേഹം പോവാണ്. ഈ ഹരിയെ പൂജിക്കാനും ഈ ഹരിയെ സാക്ഷാത്കരിക്കാനും നമ്മൾ എന്തു വേണം? വെറും പൂജ മാത്രം നടത്തിയത് കൊണ്ട് മതിയോ? മതിയെന്ന് ഞാൻ വെറുതെ സമ്മതം തരാൻ പറ്റില്ല. പൂജ ചെയ്യണത് അധികവും കയ്യും കാലും ബാഹ്യ പദാർത്ഥങ്ങളും ഒക്കെ എടുത്തുകൊണ്ടാണ്. എന്നാൽ ഇവിടെ കയ്യിനാണോ ഭക്തി, പൂവിനാണോ ഭക്തി? അല്ലല്ലോ. ഭക്തിധന്യത ഉണ്ടാവേണ്ടത് ഈ പൂജ ചെയ്യുന്നവന്റെ ശരീരത്തെ പ്രേരിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ മനസ്സിനാണ് ഉണ്ടാവേണ്ടത്. ആ മനസ്സിനെ ധന്യമാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവത കഥകളും കഥനങ്ങളും ധാരാളം കേൾക്കണം. ശാസ്ത്രങ്ങൾ ഒന്നിലോ കേൾക്കുക, അല്ലെങ്കിൽ വായിക്കുക, പഠിക്കുക, മനനം ചെയ്യുക. ഇതൊക്കെയാണ് അതിന് ആവശ്യം. അങ്ങനെ മനനം ചെയ്യാൻ സഹായിക്കുന്നതായ ശ്രവണങ്ങളും നടത്തിയതിന് ശേഷം വേണം മനസ്സ് നന്നാവാൻ. അപ്പൊ അതിനുള്ള വഴികളെ പറ്റി പറയുന്നു. വളരെ രമണീയമായ ഭാഗമാണ്, എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്നതാണ്. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാഗ്രഹഗ്രസ്തൈവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ തദാ പുമാൻ മുക്തസമസ്തബന്ധനഃ തദ്ഭാവഭാവാനുകൃതാശയാകൃതിഃ നിർദഗ്ധബീജാനുശയോ മഹീയസ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. ഈ ഭഗവാനെ പൂജിക്കുന്നതും സത്കരിക്കുന്നതും ആരാധിക്കുന്നതും സ്തുതിക്കുന്നതുമെല്ലാം എന്തിനു വേണ്ടി? ഭഗവത് കഥകൾ കേൾക്കുന്നത്, ഭഗവത് സിദ്ധാന്തങ്ങൾ ആലോചിച്ചു നോക്കുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ആ കേട്ടത് നമ്മുടെ ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണം ലയിച്ചു ചേർന്ന് രക്തമായി രൂപാന്തരപ്പെടുന്നത് പോലെ. മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? പലതരത്തിലുള്ള നിറങ്ങളും രുചികളുമുള്ള ഭക്ഷണമാണ് നാം കഴിക്കുന്നത്. അത് കഴിക്കുന്നത് വായിലിക്ക, എന്നാൽ ചെന്ന് വീണതിലോ ആമാശയത്തിലാണ്. ആമാശയം അതിൻ്റെ പ്രക്രിയ അതിന് നൽകി 4-5 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് ദഹിപ്പിച്ച് എല്ലാം കൂടി ചുവന്ന ചൂട് രക്തമാക്കി നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് ലയിപ്പിച്ചു ചേരും. ഇങ്ങനെ രക്തമായി തീരാത്ത ഭക്ഷണം കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ഒന്ന് പറയൂ. വയറ് നിർത്താൻ മതിയാ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും എന്തിനു വേണ്ടി കഴിക്കണു? രക്തമായി രൂപാന്തരപ്പെടാൻ. അതേമാതിരി ഈശ്വര കഥകളും ഭഗവത് സിദ്ധാന്തങ്ങളും ജ്ഞാന വിഷയങ്ങളും ഭാഗവതാദി ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം വായിക്കുക, കേൾക്കുക, പഠിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ആ കേൾക്കുന്നതിലുള്ള സത്ത നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ലയിച്ചു ചേർന്ന് ഈ രക്തമായി രക്തത്തിൽ ചേരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഈ മൂല്യങ്ങളും തത്വങ്ങളും എല്ലാം ലയിച്ചു ചേർന്ന്, ആ ലയിച്ചു ചേർന്നതിന്റെ ലക്ഷണം എന്താ? കൂടുതൽ കൂടുതൽ പവിത്രത നമുക്ക് അനുഭവപ്പെടും. എത്രത്തോളം പവിത്രത വരുന്നുവോ അത്രത്തോളം സുഖം വർദ്ധിക്കും, ആസ്വാദനം കൂടും, ആനന്ദമുണ്ടാകും. ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് തോന്നിത്തുടങ്ങും. അവസാനം കാണുന്നത് മുഴുവനും കേൾക്കുന്നത് മുഴുവനും ഭഗവന്മയമായി ഭഗവത് സ്വരൂപമായി തോന്നും. ഈ പരിണാമം ആശയരൂപത്തിലും വികാരരൂപത്തിലും ഭാവരൂപത്തിലും ആലോചനാരൂപത്തിലും വിജ്ഞാനരൂപത്തിലും നടക്കേണ്ടതാണ്. ഈ പരിവർത്തനം ഉണ്ടായാലേ നാം ചെയ്യുന്നതെല്ലാം സഫലമായി എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. അതിനുള്ള മാർഗങ്ങളോ? നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് എന്തിനാ? നമ്മൾ ഭഗവാന്റെ പേരുകൾ ധാരാളം ചിലപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാ പേരുകൾ ഇടുക? നാരായണൻ, ഗോപാലൻ, ചെന്താമരാക്ഷൻ. പേരാ എന്ത്? ചെന്താമരാക്ഷൻ. എന്തിനാ ഈ നല്ല പേരുകളൊക്കെ ഇടുന്നത്?
ഭഗവാന്റെ പേരുകൾ ഇട്ടിട്ടെങ്കിലും നമുക്ക് ആ ഒരു ഭഗവത് ഭക്തി വരട്ടെ എന്നാ. പക്ഷെ പേരൊക്കെ നാരായണൻ, ഗോപാലൻ, ഗോവിന്ദൻ ഒക്കെയാ. അവരുടെ പ്രവൃത്തിയൊന്നും അതുപോലെയല്ല കേട്ടോ. അപ്പൊ പേരിടുന്നതിൽ നാം ജയിച്ചു. പേരിട്ടതിന് ശേഷം അവരുടെ ഗുണഗണങ്ങൾ കീർത്തിക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭർത്താക്കന്മാരുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ ചൊല്ലി പാടിയിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അന്വേഷിച്ചു പോകുമ്പോ അത്രയൊന്നും ഇല്ലേ. ഇനി ഭാര്യ ആയാലോ? അപ്പൊ നമുക്ക് ആരുടെ ഗുണഗണങ്ങളാ പാടുക? നമ്മുടെ മനസ്സ് നന്നാവാൻ ഭഗവാന്റെ ഗുണഗണങ്ങൾ മാത്രമേ പാടാൻ പറ്റുള്ളൂ. അപ്പൊ അലൗകികമായിരിക്കുന്ന ഒരു അവതാര വിശേഷത്തെയോ അലൗകികമായിരിക്കുന്ന ഒരു ജന്മത്തെയോ പുരസ്കരിച്ചുകൊണ്ട് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അതിനുള്ളതായ അപൂർവവും അനിതരസാധാരണവുമായ മൂല്യങ്ങളും മഹിമകളും നേട്ടങ്ങളും വൈഭവങ്ങളും എല്ലാം ചിത്രീകരിച്ച് ഇങ്ങനെ തരിക. അപ്പൊ ശാസ്ത്രകാരൻ ശാസ്ത്രമായിട്ട് രചിക്കുന്നതിൽ വളരെ വിശേഷപ്പെട്ട വർണ്ണനകളൊക്കെ കാണും. അങ്ങനെ ലീലാതനുഭി ഭഗവാൻ അവതരിച്ചു. ലീലയായി അദ്ദേഹം പലതും ചെയ്തു. ഇന്ന ഗുണമഹിമകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് കേട്ട് 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 യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം. വെറുതെ കേട്ടാ പോരാ, കേക്കല് നന്നാവണമെന്നുണ്ടെങ്കിലോ യഥാ അതിഹർഷ, അത് കേൾക്കുമ്പോ സന്തോഷം. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടോ ഈ പറയണത് കേൾക്കുമ്പോ? ഓ എന്താ മിണ്ടാത്ത? ഇല്ലാന്നാ എനിക്ക് തോന്നണേ. നിങ്ങൾക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്കും ഉണ്ടാവില്ല. എനിക്ക് ധാരാളം ഉണ്ട്. അതാണല്ലോ ഞാൻ പറയുന്നത്. യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം. പുളകം, അശ്രു, ഗദ്ഗദം, രോമഹർഷം, രോമാഞ്ചം, കോരിത്തരിപ്പുണ്ടാവും അത്രേ. മനസ്സിന് സന്തോഷം, ശരീരത്തിലും ത്വക്കിലും സന്തോഷം. അശ്രു, കണ്ണുനീരിങ്ങനെ വാർന്നു വാർന്നു വീഴുമത്രേ. ഗദ്ഗദം, തൊണ്ട ഇടറിപ്പോവും. ആ തൊണ്ട ഇടറിച്ച ഒക്കെ ഉണ്ടാവും. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. അനവധി ആൾക്കാർക്ക് മറ്റുള്ളവരെ കാണുമ്പോ ഒന്ന് കുമ്പിടാനോ ഒരു നമോ നമഃ എന്ന് പറയാനോ നാരായണ നാരായണ എന്ന് പറയാനോ സാധിക്കില്ല. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വടക്കേന്ത്യയിലൊക്കെ കാണാം ജയഹരി ജയഹരി, ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീകൃഷ്ണ എന്നൊക്കെ തുറന്നു പറഞ്ഞ് അവർ ഗ്രീറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് കേരളത്തിൽ അങ്ങനെ വല്ല സമ്പ്രദായം ഉണ്ടോ? ഇല്ല. വലിയ കേമായിട്ട് പറയുന്നത് ഗുഡ് മോർണിംഗ് അതാണ് നമ്മൾ പറയുക. അപ്പൊ നമുക്ക് ശരിയായിട്ട് ഗ്രീറ്റ് ചെയ്യാനുള്ള ഒരു സമ്പ്രദായം നമോ നമഃ, നമോ നമഃ എന്നാണ് അറിവുള്ളവർ പറയുക. അല്ലെങ്കിൽ നാരായണ നാരായണ, ഹരേ ഹരി ഹരി, കൃഷ്ണ കൃഷ്ണ എന്തെങ്കിലും ഒന്ന് പറയുക. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇവിടെ എന്താ? യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. ഇത് കേട്ട് 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 ഭഗവാന്റെ പേരിട്ട ആ കുട്ടികളെ പറ്റി നമുക്കിങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ഭഗവാനെ പറ്റി തന്നെ പല കഥകളും പല ആവിഷ്കരണങ്ങളും പല ധീരകൃത്യങ്ങളും വീരകൃത്യങ്ങളും അസാമാന്യമായിരിക്കുന്ന ശീലവിഭവങ്ങളും വൈഭവങ്ങളും എല്ലാം കേട്ട് കേട്ട് അങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. കേൾക്കുമ്പോ ആ ശബ്ദങ്ങൾ മുഴുവൻ കർണപുടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് മനസ്സിൽ പരിവർത്തനം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യണത്. ആ പരിവർത്തനം ഒരുവിധം കനപ്പെട്ടു വന്നു എന്നുണ്ടെങ്കിലോ ഗ്രഹഗ്രസ്ത ഇവ, പ്രഹ്ലാദന്റെ ചെറുപ്പകാലത്ത് ഉണ്ടായതുപോലെ ഗ്രഹം പിടിച്ചതുപോലെ ആകുമത്രേ. ഇവ ക്വചിത്, ചിലപ്പോൾ ഹസതി, ചിരിച്ചു തുടങ്ങും. ഇപ്പൊ നമുക്ക് പല്ലുണ്ട് ചുണ്ടുണ്ട്, ചിരിക്കാൻ പറഞ്ഞാൽ കൂട്ടാക്കില്ല. ഒക്കെ ഈ കൂറാൻ തന്ന പൂച്ചയുമായില്ല. ഞാൻ എല്ലാവരോടും പറയണത് ചിരിക്കുവപ്പ, അതിന് ചുണ്ടും പല്ലും മാത്രല്ലേ വേണ്ടൂ, അതുണ്ടല്ലോ, സുന്ദരമായിട്ട് ചിരിച്ചൂടെ? ഇതെന്താ? ഇവിടെ കാര്യങ്ങളൊക്കെ നേരെയായി ചിരിക്കാൻ നമുക്ക് പറ്റില്ല. അയ്യോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞിട്ടെങ്കിലും ചിരിക്കും. യഥാതിഹർഷോ പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠമുദ്ഗായതി ഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. ജനങ്ങൾ വരുമ്പോ, പഴയ കാലത്ത് ഞാനൊരു പാമ്പ് ഗോവിന്ദനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആരെ കണ്ടാലും ഗോവിന്ദ 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 ഗോവിന്ദ. പാമ്പിനെ കണ്ടാൽ ഗോവിന്ദ വാ എന്ന് പറയൂ അത്രേ. പശുക്കൾ പോകുമ്പോ ഗോവിന്ദ നിൽക്കുക പറഞ്ഞാൽ നിന്നു. ഇത് പതുക്കെ പോയി മുലയെന്ന് ഇങ്ങനെ പാല് കുടിക്കുക അത്ര. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഗോവിന്ദനെ ഞാനും കണ്ടിട്ടുണ്ട്, മറ്റത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം എപ്പോഴും ഗോവിന്ദ 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 എന്ന് പറയൂ അത്രേ. അപ്പൊ മനുഷ്യരെ നോക്കി ഗോവിന്ദ എന്ന് പറയാൻ തോന്നും ഭക്തി വന്നാലിന്. ധ്യായതി, ചിലപ്പോ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കും, എപ്പോഴും കേൾക്കുകയല്ല. മുഹുശ്വസൻ, അങ്ങനെയൊക്കെ ആവുമ്പോ ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം വികാരഭരിതമാകും. അങ്ങനെ വികാരഭരിതമായാൽ
കഥ കേൾക്കുമ്പോൾ അങ്ങനെ വരും. ആ പ്രഹ്ലാദന്റെ കഥയൊക്കെ വേണ്ടതുപോലെ വർണ്ണിച്ചങ്ങോട്ട് കേട്ടാൽ ആ പ്രഹ്ലാദൻ അച്ഛനോട് സംസാരിച്ചത്, അച്ഛൻ ആക്രോശിച്ചത്, മഹാവിഷ്ണു വന്ന് പ്രത്യക്ഷപ്പെട്ടത്, ആ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു സ്തുതിച്ച് ചെന്നത്, ഈ രംഗങ്ങളൊക്കെ വർണ്ണിച്ചാൽ ഉദ്ധവൻ അതേമാതിരി ശ്രീകൃഷ്ണനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നോക്കി ആദ്യമായി കാക്കൽ കുമ്പിട്ടു, കാല് മുഴുവൻ കഴുകി മെതിയടി കൊടുത്തു, അത് തലയിൽ വെച്ചു, തിരിഞ്ഞു നോക്കി മനസ്സോടുകൂടി എൻ്റെ പൊന്നു കൃഷ്ണപരമാത്മാവ് പറഞ്ഞിട്ടല്ലേ ഞാനിതാ പോണുണ്ടെങ്കിലും എൻ്റെ മനസ്സ് പോണില്ല. ഇത്രയും കാലം ഞാൻ ശ്രീകൃഷ്ണനോടുകൂടി കനത്ത സംഘം അനുഭവിച്ചവനാണല്ലോ. ഈ ഉദ്ധവൻ എൻ്റെ മനസ്സ് എങ്ങനെയാണ് കൃഷ്ണപരമാത്മാവിനെ ശാരീരികമായിട്ടെങ്കിലും വിട്ടുപോവാ? എന്നാലും പരമാത്മാവ് പറയുന്നുണ്ട് ചെയ്യാതെ പറ്റുമോ? ദാ പോണു, എന്നാലും പോണില്ലേ? പോണു, കാല് നടക്കണു, മനസ്സ് പിന്നാക്കം. അങ്ങനെ തിരിഞ്ഞു നോക്കി പാവം പോയത്രേ. ആ രംഗം നിങ്ങളൊന്ന് വിഭാവനം ചെയ്യൂ, അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ചിലപ്പോൾ ധ്യാനിച്ചുകൊണ്ട് മുഹുശ്വസൻ വക്തി, അങ്ങനെ ദീർഘശ്വാസത്തോടു കൂടി പറയത്രേ. മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണ ഹരേ. എവിടെ? ഞാനിത് അഴിച്ചു വെച്ചിട്ട് പോവാന്നല്ല. നിങ്ങളുടെ വായിൽ എന്താ എടുക്കാം എനിക്ക് മനസ്സിലാവില്ല. ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പറഞ്ഞേ തീരുള്ളൂ. ഹരേ ഹരേ ജഗത്പദേ നാരായണ 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 ഹരേ 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 ജഗത്പദേ നാരായണ നാരായണ നാരായണ. എന്തു പറ്റി? ശ്വാസം നിന്നോ? എന്താ നിങ്ങൾക്ക് ഉണ്ടായതിപ്പോ? നിങ്ങളൊന്ന് പറയും, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ മൈക്ക് കൂടി പറയുമ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. ഹരേ സന്തോഷായി. എന്റെ ജന്മത്തിൽ സാഫല്യമാണത്. ഞാൻ സാഫല്യമുള്ളവനാണ്, അത് കൂടുതൽ വർദ്ധിച്ചു വരുന്നു മാത്രം. ഈ ശബ്ദം പുറപ്പെടുവിക്കാൻ നമുക്ക് പറ്റില്ലെന്നോ? മഹാഭാവികളാണോ നിങ്ങൾ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ശരീരം പ്രകൃതിയുടെയാണ്, പാഞ്ചഭൗതികമാണ്. പ്രകൃതി എത്രത്തോളം പുണ്യമോ അത്രത്തോളം നിങ്ങളുടെ ശരീരം പുണ്യമാണ്. ആ ശരീരത്തിന് നിർമ്മിച്ച് അതിൽ അധിവസിക്കുന്നതായ ജീവസത്തയുണ്ടല്ലോ, ജീവചൈതന്യം, അത് ഈശ്വരന്റെ തന്നെ അംശവും ഭാവവുമാണ്. അവിടെയും ഇല്ല പാപം. ഈശ്വരാംശമായ ജീവനിൽ പാപമില്ല, മനസ്സിലും ബുദ്ധിയിലും പാപമില്ല, ശരീരത്തിലുമില്ല. പിന്നെ എന്താണ് ഭക്തജനങ്ങളെ നിങ്ങൾക്ക് ഈ പാപഭീതി? എന്താണ് ഈ മടി, ഉണ്ട്രക്കരി? ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, 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 ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഞാൻ എനിക്കിഷ്ടമായിട്ട് ചൊല്ലിയതാ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ, ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ, ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ.
ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ. ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ. ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ. ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ. എപ്പോഴാണോ ഈ മാതിരി ഭഗവൻ നാമങ്ങളും ഉച്ചാരണങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്പടിക്ക്, ഇതിന് വലിയ പഠിപ്പ് വേണ്ട, പ്രതാപം വേണ്ട. പ്രഹ്ലാദൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന്, വായിൽ നിന്ന് ഭഗവാൻ സൃഷ്ടിച്ച നാവ്, ഭഗവാൻ സഞ്ചരിപ്പിക്കുന്നതായ വായു, പ്രാണശക്തിയും അദ്ദേഹത്തിന്റെ തന്നെ. അത് മുഴുവൻ ഉപയോഗിച്ച് 5 പറ അരി മേടിച്ചു, 25 പറ പാല് മേടിച്ചു, അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു, പായസം ഉണ്ടാക്കി കൊടുത്ത് നേവേദിച്ചു. ഇതൊക്കെ ബാഹ്യ പദാർത്ഥങ്ങൾ എടുത്ത് തീയുടെ സഹായത്തോടു കൂടി പുറത്തുണ്ടാക്കി നിവേദിക്കുന്നതാണ്. ആ നിവേദ്യത്തിന്റെ ചൂടോ കാറ്റോ ഒരു പക്ഷോ ഭഗവാൻ അനുഭവിച്ചു എന്ന് വരാം. അത് അങ്ങനെ എടുത്ത് പുറത്ത് വയ്ക്കും. അതിൽ 2 ലിറ്റർ കുറഞ്ഞാൽ തീർച്ചയാക്കി പൂജാരി മോഷ്ടിച്ചു എന്ന് പറയും നിങ്ങൾ. അതങ്ങനെ പുറത്തു വെച്ചിട്ട് നമ്മളാണ് ഭക്ഷിക്കുന്നത്. ശരിക്കും ഭഗവാനുള്ള ഭക്ഷണം എന്താ? ഭഗവാൻ തന്നെ രചിച്ചിട്ടുള്ളതായ ഈ ശരീരം, അതിൽ ഭഗവാൻ തന്നെ ഉജ്ജ്വലിപ്പിക്കുന്നതായ ഈ അഗ്നി, അതിൽ വേവിച്ചെടുക്കുന്നതാണ്. ശവശരീരത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടില്ല. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാത്രമേ ശബ്ദം പുറപ്പെടുള്ളൂ. ആ ശബ്ദത്തിന് ഒരു ഉപഹാരമായി, ഒരു സമർപ്പണമായി ഭഗവാന് കൊടുക്കാൻ സാധിച്ചാൽ, ആ സെക്കൻഡ് വെച്ച് എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വ്യക്തിത്വം സംശുദ്ധമാകും, മുഴു പവിത്രമാകി തീരും. അത് ആരും ഉപയോഗിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൽ ഇങ്ങനെ പാടും. ഞാൻ പാട്ടുകാരനൊന്നുമില്ല, ഇങ്ങനെ പാടാൻ തുടങ്ങും. ചിലപ്പോൾ ബാത്റൂമിൽ വെച്ചിട്ടാ തുടങ്ങുക. പിന്നെ അത് നിർത്താൻ തോന്നില്ല, എങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഞാനിത് പറയുന്ന സമയത്ത് ഹരി എൻ്റെ അടുത്ത് വരണം എന്ന് വിചാരിക്കുന്നില്ല. ഹരി തന്നെ ആയവനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നും കിട്ടണ്ട. വെറുതെ ഈ പറയുന്നതും അത് കേൾക്കുന്നതും വലിയ സന്തോഷം. അദ്ദേഹം വന്നാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുമോ അത് തന്നെ എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ എഴുതി തള്ളി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള പരിശ്രമമാണ് ഈ നടക്കുന്നത് മുഴുവനും. മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രവഃ. എല്ലാ വിധത്തിലുള്ള ലജ്ജയും ഭയവും ആന്തരമായിരിക്കുന്ന കെട്ടുകൂട്ടലും എല്ലാം തന്നെ പോയി ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോ തദാപുമാൻ മുക്തസമസ്ത ബന്ധന. ആ സമയത്ത് പുരുഷൻ, മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ സമസ്ത ബന്ധനങ്ങളിൽ നിന്നും മുക്തരായി തീരണു. മുക്തി ആർക്കുള്ളതാ? മനസ്സിനുള്ളതാ. നിങ്ങളുടെ ശരീരം വീണുപോവല്ല ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളും മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്, മുഴുവനായിട്ട് അഴിഞ്ഞുലർന്നു പോണു. തദാപുമാൻ മുക്ത സമസ്ത ബന്ധന തദ്ഭാവ ഭാവാനുകൃതാശയാകൃതി. വളരെ വിശേഷപ്പെട്ട എക്സ്പ്രഷനാണ്, വാക്യമാണിത്, സമസ്തപദമാണ്. തദ്ഭാവ ഭാവാനുകൃതാശയാകൃതി. ഈ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സങ്കല്പമോ ഒരു ആശയമോ ഒരു ലക്ഷ്യമോ കേട്ടുകേൾവിയുള്ള ഒരു ശബ്ദമോ ആയിട്ടാണ് പൊതുവെ നിൽക്കുന്നത്. ആ സമ്പ്രദായം പോയി ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സർവവ്യാപകമായ നിത്യ സാന്നിധ്യത്തെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ആ എല്ലായിടത്തും ആ സാർവത്രികത അത് തൻ്റെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് അതിന് അന്തരാത്മീയതയുമുണ്ട്. ആ സാർവത്രിക ഭാവവും അന്തരാത്മീയ ഭാവവും രണ്ടും മനസ്സിൽ ഇങ്ങനെ ഭാവരൂപത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങും. അതിനനുസരിച്ച് ആശയങ്ങൾ മനസ്സിൽ രൂപപ്പെടും. ആ ആശയങ്ങൾ അനുസരിച്ച് നമ്മൾ സംസാരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. ചില സമയത്തൊക്കെ ഭഗവാൻ എങ്ങനെ ചെയ്യും, ഭഗവാൻ എങ്ങനെ സമീപിക്കും, അതിനനുസരിച്ച് എനിക്കും ചെയ്യണം എന്നുള്ള തോന്നലായി. അങ്ങനെ ഒരു ഭാവ പരിവർത്തനം, ഭാവ സംശുദ്ധി ഉണ്ടായിത്തീരും. തദ്ഭാവ ഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനുശയോ മഹീയസ. നിർദഗ്ധ ബീജാനുശയോ, നമ്മുടെ ഉള്ളിലുള്ളതായ കർമ്മവാസനകൾ ഉണ്ടല്ലോ. നിങ്ങൾ സാധാരണ വിചാരിച്ചിരിക്കും അനവധി ജന്മങ്ങളുടെ കർമ്മവാസന നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആയാൽ പോലും അത് നിർദഗ്ധം, അത് പരിപൂർണമായി ദഹിച്ചു പോവുമത്രേ.
നിങ്ങളിപ്പോ ഈ ജപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നാം ശരീരം മുഴുവനും ചൂടായിട്ടുണ്ടാവും. അങ്ങനെ വേണ്ടതുപോലെ ജപിച്ചാൽ അല്ല പറഞ്ഞാൽ ഉണ്ടാവില്ല. നല്ലോണം ഉറക്ക വേണ്ടതുപോലെ ജപിച്ചാൽ അടി തൊട്ട് മുടി വരെ എല്ലാ അംഗങ്ങളും സെല്ലുകളും അതിൽ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുത്താലോ ഒരു തരത്തിലുള്ള ദഹനമാണ് ഉണ്ടാവുന്നത്. പ്രാണൻ പോയതിനു ശേഷം നമ്മുടെ ശരീരത്തെ മറ്റുള്ളവരാണ് ദഹിപ്പിക്കുന്നത്. പ്രാണൻ പോകുന്നതിന് മുൻപ് പ്രാണശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അതിലുള്ള മാലിന്യങ്ങളെയും തുടച്ചു നീക്കി അതിനെ ദഹിപ്പിച്ചങ്ങെടുക്കണം. സ്വർണം ശുദ്ധി വരുത്തുന്നതുമായി നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തി പ്രയോഗേണ. വേദവ്യാസ മഹർഷി ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. എന്തിന്? മഹീയസാ ഭക്തി പ്രയോഗേണ എന്ന 2 വാക്കിന്. മഹീയസം എന്ന് പറഞ്ഞാലോ മോസ്റ്റ് പവർഫുൾ, വളരെ ശക്തിമത്ത് ഉജ്ജ്വലമായിരിക്കുന്ന ഭക്തി പ്രയോഗേണ. പ്രയോഗം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നമ്പൂതിരിമാരെല്ലാം തന്ത്രിമാരെല്ലാം അവരുടെ ആ തന്ത്രകർമ്മങ്ങൾ മന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നാ പറയുക. പ്രയോഗമാണത്. അത് എന്തോന്ന് വിചാരിക്കരുത്. വായ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നൽകുന്ന പ്രയോഗം. അവരെ ഞാനിത് പറഞ്ഞു കേൾക്കാറുള്ളൂ സ്വതവേ, മന്ത്രപ്രയോഗം, തന്ത്രപ്രയോഗം എന്നൊക്കെ. അപ്പൊ മഹത്തായി ബലവത്തായി കരുത്തുറ്റതായ ഭക്തിപ്രയോഗേണ ആ ഭക്തിയെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഹൃദയവും ശുദ്ധമാവാൻ വേണ്ടി ഒരു പ്രക്രിയയായി, ഒരു പദ്ധതിയായി, ഒരു ഉപകരണമായി ശക്തിമത്തായിരിക്കുന്ന ഒരു പ്രയോഗമാക്കി തീർത്ത് സമേത്യധോക്ഷജം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അധോക്ഷജം സമേതി. അധോക്ഷജം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അക്ഷം. അക്ഷം എന്ന് പറയുന്നത് കണ്ണിനെ ഉദ്ദേശിച്ചാണ്. ഈ ലോകം മുഴുവനും ദൃശ്യലോകമാണ്. ഇതിൽ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ ദൃശ്യമാണ്. സ്വർഗം നരകം സർവ്വതും ഈ ലോകത്തിന്റെ ഉള്ളിലാണെങ്കിൽ ദൃശ്യമായതേ ഉള്ളൂ. ആ ദൃശ്യമൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതാണ്. ഇത് ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഇന്ദ്രിയാതീതമായിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പുറമേ ഉള്ളതല്ല അകത്താണെന്ന്. പുറമേ ഉള്ളത് എന്തും വാട്ട് എവർ ഈസ് എക്സ്റ്റേണൽ ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു അവർ സെൻസറി പെർസെപ്ഷൻ. Whatever is beyond the senses is necessarily inside our body. For whatever prevails or exists outside is accessible to one or the other senses. ശരീരത്തിന്റെ പുറത്തുള്ള സാധനങ്ങൾ എന്തായാലും അത് മുഴുവനും ഒരു ഇന്ദ്രിയം അല്ലെങ്കിൽ മറ്റൊരു ഇന്ദ്രിയത്തിന് വിധേയമാണ്. കാണാൻ പറ്റും, സമീപിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ദ്രിയാതീതം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലാണ്. വാസ്തവത്തിൽ ശ്രീ ഭഗവാനെ, അന്തരാത്മാവിനെ അധോക്ഷജം, അധോക്ഷജൻ എന്ന് ചിത്രീകരിക്കുകയാണ് കൊച്ചുകുട്ടിയിലൂടെ വേദവ്യാസ മഹർഷി. അധോക്ഷജനായിരിക്കുന്ന ഭഗവാനെ സമേതി പ്രാപിക്കുന്നു. അപ്പൊ ഭഗവത് പ്രാപണം, ഭഗവാനെ പ്രാപിക്കുന്നത് എവിടെയാ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്, പുറത്തല്ല. ആ ഉള്ളിൽ കിടക്കുന്ന അന്തരാത്മീയ സത്തയെ നമുക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ സാധിക്കണില്ല. കാരണം ഹൃദയശുദ്ധി ഇല്ലാത്തത് കൊണ്ട്. ജപിക്കുന്ന മന്ത്രം, ഉരുവിടുന്നതായ നാമങ്ങൾ, ചൊല്ലുന്നതായ സ്തുതികൾ, നടത്തുന്നതായ പാരായണങ്ങൾ, ഇത് മുഴുവനും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണം. യഥാ യഥാത്മാ പരിമൃജ്യതേസൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തദാ തദാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവ അഞ്ജന സംപ്രയുക്തം. എത്രത്തോളം എത്രത്തോളം പുണ്യകർമ്മങ്ങളിലൂടെ, ശ്രവണമായാലും പഠനമായാലും മനനമായാലും ബാക്കി കർമ്മങ്ങളായാലും പൂജാതി കാര്യങ്ങളായാലും എത്രത്തോളം എത്രത്തോളം നമ്മുടെ അന്തരംഗം പരിശുദ്ധമാവുന്നുവോ അതിനനുസരിച്ച് അത്രത്തോളം അതിസൂക്ഷ്മമായിരിക്കുന്ന ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടും. അനുഭവപ്പെടാതെ കഴിയില്ല. അതാണ് ഈശ്വര സാന്നിധ്യത്തിന്റെ സമീപനം. അതാണ് അതിന്റെ നില. അപ്പൊ അധോക്ഷജനെ വേണ്ടതുപോലെ പ്രാപിക്കുന്നു. അപ്പൊ ഈ പ്രാപണം പിന്നീട് വരുന്നതല്ല, ഇപ്പൊ തന്നെ നടക്കാൻ പോകുന്നതാണ്. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണ സംസൃതി ചക്രശാദനം തദ്ബ്രഹ്മനിർവാണ സുഖം വിദുർബുധാഃ തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. അധോക്ഷജാലംഭം. നിങ്ങളൊക്കെ കുറച്ച് സംസ്കൃതം പഠിച്ചു കണ്ടാൽ എന്തുമാത്രം സന്തോഷമാണെന്നറിയോ? ഒരു പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു. കടം മേടിച്ചിട്ടെങ്കിലും പഠിക്കും. അധോക്ഷജാലംഭം. ഈ വാക്കൊന്ന് പറയൂ. അധോക്ഷജാലംഭം. അധോക്ഷജൻ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ശരീരത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായ ഭഗവത് സാന്നിധ്യം. ആ ഈശ്വരന്റെ ആലംബം എന്ന് പറഞ്ഞാൽ ആലിംഗനം. അപ്പൊ ഈശ്വരൻ പുറത്തു വന്നിട്ട് നമ്മളെ ആലിംഗനം ചെയ്യില്ല. പുറത്തു വന്നാൽ തന്നെ ആ വന്നത് ദൃശ്യമായതുകൊണ്ട് അത് ഈശ്വര സാന്നിധ്യമല്ല, എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നതല്ല.
എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നത് നമ്മുടെ ഉള്ളിലെ നമുക്ക് അനുഭവിക്കാനും നുണയാനും പറ്റുള്ളൂ. ആ ഈശ്വരന്റെ സാന്നിധ്യം അധോക്ഷജാലംഭം ഇഹാശുഭാത്മനഃ ശരീരിണ സംസൃതി ചക്രശാദനം. ഇങ്ങനെ ഈ പറയുന്ന ഭക്തിപ്രയോഗത്തിലൂടെ അധോക്ഷജനെ നാം പ്രാപിച്ചു എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അറിയും? അദ്ദേഹം നമുക്കൊരു ആലിംഗനം നൽകും. എല്ലാ സെല്ലുകളിലും, സർവ സെല്ലുകളിലും, എല്ലാറ്റിലും അതിൻ്റെ സ്പർശം ഒരു ആനന്ദ നിർവൃതി ഉണ്ടാവും. അങ്ങനെയുള്ള സ്പർശമുണ്ടല്ലോ ശരീരമുള്ളവർക്ക്, ശരീരികൾക്ക് സംസൃതി ചക്രശാദനം. ഈ സംസാരം എന്ന് പറയുന്ന ഒരു ചക്രമുണ്ടല്ലോ, ആ ചക്രം ഇനി ഉരുളില്ല, അതിനെ ഭേദിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ സംസാര ചക്രം ഒരു ഭാഗത്ത് നിങ്ങളോട് പറയാൻ ആൾക്കാരുണ്ട്, ഇത് മായയാണ്, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. ഈ സ്വാമിജിക്ക് പറയാനുള്ളത് ഇത് ചുക്കും കൂടിയല്ല. ഇതിനെ മുറിച്ചു കളയാൻ ഒരു താമസവുമില്ല. വേണം എന്നുള്ള വിചാരം മതി, അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം മതി, അതിന് വേറെ ഒന്നും വേണ്ട. ഭഗവത് അഭിമുഖമായിരിക്കുന്ന ഒരു മനോഭാവം, ആ മനോഭാവത്തിനെ പ്രകടമാക്കുന്നതായ ചില അഭ്യാസങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് നാമം ജപിക്കുക, അഖണ്ഡനാമം വേണമെങ്കിൽ ജപിക്കൂ, അതല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ വായിക്കൂ, ഭാഗവതത്തിന്റെ അധ്യായങ്ങൾ വായിക്കൂ. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണ സംസൃതി ചക്രശാദനം തത് ബ്രഹ്മനിർവാണ സുഖം വിദുർബുധാഃ. ഇങ്ങനെ അധോക്ഷജൻ, ഇന്ദ്രിയാതീതമായിരിക്കുന്ന ആ സത്താവിശേഷം, ചേതനാത്മകത്വം, അത് നമ്മെ ആലിംഗനം ചെയ്യുന്നതാണ് ബ്രഹ്മനിർവാണം എന്ന് പറയുന്ന സുഖം. വേദാന്തികളും ഉപനിഷത്തുകളും വേദങ്ങളുമെല്ലാം, ബ്രഹ്മസൂത്രങ്ങളും ബ്രഹ്മനിർവാണം എന്ന് പറയുന്ന ബ്രഹ്മസ്ഥിതി, സ്ഥിതപ്രജ്ഞത, സ്ഥിതധീത്വം, ബ്രഹ്മവിദ്വരൻ, വരിയാൻ, വരിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുന്നതായ സ്ഥിതിയുണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഈ അന്തരാത്മാവിന്റെ ആലിംഗനമാണ്, ഈശ്വരാലിംഗനമാണ്. അറിവുള്ളവർ അങ്ങനെ പറയുന്നു. തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? കുട്ടികളെ, സഹപാഠികളെ, നിങ്ങൾ എന്തു വേണം? തസ്മാത് ഭജധ്വം, നിങ്ങൾ ഭജിക്കൂ. ആരെ ഭജിക്കണം? ഹൃദീശ്വരം, ഹൃദയത്തിന്റെ ഈശ്വരനെ. ഹൃദയത്തിന്റെ ഈശ്വരൻ ഹൃദയത്തിന്റെ ഉള്ളിലല്ലേ? വണ്ടിയുടെ ഡ്രൈവർ എവിടെയാ? പുറത്തോ അകത്തോ? എന്താ മിണ്ടാത്തെ? അപ്പൊ നിങ്ങളുടെ ഡ്രൈവർ പുറത്താ? ഹൃദയേശ്വരനായിരിക്കുന്ന ആ ഭഗവാനെ ഹൃദയേ ഭജധ്വം, ഹൃദയത്തിൽ ഭജിക്കൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പുറത്തു പോയിരുന്ന് ഭജിക്കൂ. അവിടെ പോവൂ, ഇവിടെ പോകുന്നില്ല. നിങ്ങളുടെ ഹൃദയം ഇല്ലാത്ത സമയം എപ്പോഴെങ്കിലും ഉണ്ടാവോ? ബാത്റൂമിൽ പോയാലും ഹൃദയം പുറത്തു വെച്ചിട്ടാ കുളിക്കാൻ പോണേ. അപ്പൊ എപ്പോഴും ഹൃദയം ഉള്ളിലുണ്ടാവും. ആ ഹൃദയത്തിൽ തന്നെ ഹൃദയേശ്വരനെ ഭജിക്കൂന്ന്. ഈ ഭാഗം എന്തുമാത്രം സന്തോഷം നൽകുന്നതാണെന്നറിയോ? ഈ ഭാഗവത ശാസ്ത്രത്തിന്റെ മഹിമയാണത്. ഓരോ സ്ഥലത്തും പറഞ്ഞു പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള ഭജനം നടത്താൻ കുട്ടികളെ, നിങ്ങൾക്ക് വിഷമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രഹ്ലാദൻ സമ്മതിക്കില്ല. കോതി പ്രയാസോ അസുരബാലകാ ഹരേഃ ഉപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദഃ സ്വസ്യാത്മനഃ സഖ്യുഃ അശേഷദേഹിനാം സാമാന്യതഃ കിം വിഷയോപപാദനൈഃ. ഓരോ വാക്ക് പറയുമ്പോഴും അതിന് യുക്തി കാണാം, അതിന് സത്യം കാണാം, അനിഷേധ്യത കാണാം. കോതി പ്രയാസോ അസുരബാലക ഹരേഃ ഉപാസനേ. ഹേ അസുരബാലകന്മാരെ, ആ സംവാദത്തെ അപേക്ഷിച്ച് നിങ്ങളൊക്കെ ആരാ? അസുരപുത്രന്മാരാണോ? ഇതുമില്ലാത്തെ അല്ല. അപ്പൊ നിങ്ങൾക്കിത് കൊണ്ടു നടക്കാനും അനുഷ്ഠിക്കാനും കൂടുതൽ സൗകര്യമില്ലേ? അസുരബാലകന്മാരെ നോക്കി പറയാണ് കോതി പ്രയാസോ. ഞാൻ ഈ പറയുന്ന ഭജന നടത്താനായി നിങ്ങൾക്ക് എന്താ വിഷമം? അസുരബാലക ഹരേഃ ഉപാസനേ. ഹരിയെ ഉപാസിക്കുന്ന വിഷയത്തിൽ അസുരപുത്രന്മാരായാൽ പോലും നിങ്ങൾക്ക് എന്താണ് വിഷമം? എന്താ കാരണം? സ്വേ ഹൃദി ഛിദ്രവത്സദഃ. ഹരി എന്ന് പറയുന്നത് അവരവരുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നതായ ഒരു ചൈതന്യമാണ്. ആ ചൈതന്യമില്ലാതെ അരമിനിട്ട് പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ തൻ്റെ ഉള്ളിൽ സദാ കുടികൊണ്ടുകൊണ്ട് അധിവസിക്കുന്നതായ ആ ഹരിയെ ഉപാസിക്കാൻ. ആ ഹരി എങ്ങനത്താണ്? സ്വസ്യ ആത്മനഃ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? തൻ്റെ ആത്മാവാണെന്ന്. ഞാൻ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് എന്തിനെ സൂചിപ്പിക്കുന്നുവോ ആ പരമ്പൊരുളാണത്.
അതാണ് ഏറ്റവും അടുത്ത്. ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, അതിനേക്കാൾ അടുത്ത് അധിവസിക്കുന്നതായ ഒരു ചൈതന്യ വിശേഷമാണ്. സ്വസ്യാത്മനഃ സഖ്യുഃ അശേഷദേഹിനാം. ലോകത്തിലുള്ള എല്ലാ ദേഹികൾക്കും ഒരുപോലെ സഖാവാണ്, സ്നേഹിതനാണ്, വിശ്വസ്തനാണ്, ഗുണകാംക്ഷിയാണ്. സാമാന്യതയ്ക്കും വിഷയോപപാദനൈഹി. ഇനി ഇത് വിട്ടുകളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താ? ഈ പൂച്ചയും പോത്തും കാടം പൂച്ചയും ഒക്കെ തിന്നുന്ന മാതിരി ഈ ലോകവസ്തുക്കൾ തന്നെയല്ലേ ഉള്ളൂ. അത് വളരെ കാലം അനുഭവിച്ചില്ലേ പൂർവ്വജന്മങ്ങളിൽ. ഇപ്പൊ എന്തിനാ അതിന്റെ പിന്നാലെ പോണത്? സാമാന്യതയ്ക്കും വിഷയോപപാദനൈഹി. രായക്കളത്രം വശവസ്സുതാദയോ ഗൃഹാമഹീ കുഞ്ചരകോശഭൂതയഃ സർവേർത്ഥകാമാ ക്ഷണഭംഗുരായുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ജലാഃ. ശാസ്ത്രമാണതേ, ശാസ്ത്രം. അപ്പൊ എല്ലാറ്റിനെയും സമഗ്രമായി പരിഗണിച്ചുകൊണ്ടാണ് പോവുക. രായക്കളത്രം, പണമാകട്ടെ, ഭാര്യയാകട്ടെ, പശുക്കളാകട്ടെ, മക്കളാകട്ടെ, ഗൃഹാഹ, വീടാവട്ടെ, മഹീ ഭൂമി, കുഞ്ചരകോശഭൂതയഃ വലിയ ട്രഷറി, ആന, ഇത് മുഴുവനും സർവേ അർത്ഥകാമാഹ. ഈ കാണുന്നത് മുഴുവൻ അർത്ഥകാമങ്ങൾ മാത്രമാണ്. ക്ഷണഭംഗുരായുഷഃ. സ്വതവേ നമ്മുടെ ശരീരം ക്ഷയിക്കുന്നതാണ്. എപ്പോ നോക്കിയാലും അതിന് ക്ഷയമാണ് അനുഭവിക്കും തോറും. ഒരു വസ്തുവിനെ നല്ലപോലെ കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ണിന് ക്ഷീണമാണ്. തിന്നു കഴിഞ്ഞാൽ, ഇന്നാളൊരാളൊരു നെയ്യപ്പം തന്നു, എന്നിട്ട് എന്നോട് വല്ല വിധവും കഴിക്കൂന്ന് പറഞ്ഞു. ഞാനൊന്ന് കഷ്ണം പൊട്ടിച്ചു വായു. ഓ വയ്യ എൻ്റെ അപ്പ, പല്ലും തൊണ്ണും ഒക്കെ വേദനിക്കുക. പറയണത് നെയ്യപ്പ, പക്ഷെ കഴിക്കുമ്പോ അങ്ങനെയല്ല തോന്നിയത്. അപ്പൊ കൂടുതൽ തിന്നാൻ എന്തുണ്ടാവും? കൂടുതൽ ക്ഷീണം ഉണ്ടാവും. ഇതന്നെയല്ലേ ഉണ്ടാവുക. സർവേ അർത്ഥകാമാ ക്ഷണഭംഗുരായുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ജലാഃ. ഇത് വായിച്ച് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടല്ലോ. സ്വതവേ മരിക്കുന്ന മനുഷ്യൻ, നശ്വരനായിരിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിലുള്ള നശ്വര വസ്തുക്കൾ കൊണ്ട് ഒരു പണത്തൂക്കം ഗുണം അവരുണ്ടോന്നാ ചോദിക്കുന്നത്. ക്യാൻ യു ആൻസർ മീ? Man bodily is mortal. The mortal man, by enjoying the mortal objects of this world, can he ever get a small percentage of elevation or improvement? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തു വേണം? ഏവം ഹി ലോകാഃ ക്രതുഭികൃതാ അമി ക്ഷയിഷ്ണവഃ സാതിശയാന നിർമ്മലാഃ തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം ഭക്ത്യൈകയേശം ഭജത ആത്മലബ്ധയേ. ഇത് മാത്രല്ല, ഇഹലോക കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പരലോക കാര്യങ്ങളോ? ഏവം ഹി ലോകാഃ. യാഗയജ്ഞങ്ങളും ജ്യോതിഷ്ഠോമം, അഗ്നിഷ്ഠോമം, സോമയാഗം, അശ്വമേധയാഗം, രാജസൂയയാഗം, ഇങ്ങനെ പല ക്രതുക്കളും യാഗങ്ങളും എല്ലാമായി നമുക്ക് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന പല ലോകങ്ങളും വേദങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യം എന്താ? ഏവം ഹി, ഇതേപോലെ തന്നെ ക്ഷയിഷ്ണവഃ സാതിശയാന നിർമ്മലാഃ. ഈ പദങ്ങളൊക്കെ, ഒരു പദത്തിന് എന്തുമാത്രം സമ്മാനം കൊടുക്കണം എന്നറിയോ? എല്ലാം ക്ഷയിക്കുന്നതാണ്. സാതിശയാഹ, താരതമ്യത്തിൽ പോകുമ്പോ, താരതമ്യ പഠനത്തിൽ പോകുമ്പോ അതിനേക്കാൾ മേലെയുള്ളത് വേറെയുണ്ട്. നിർമ്മലാഹ, ഒന്നിലുമില്ല പ്യൂരിറ്റി. ദേവേന്ദ്രനെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്ന കഥകൾ എന്തൊക്കെയാ? ഒക്കെ മനുഷ്യരെങ്ങനെ പൊട്ടയായിട്ട് പെരുമാറില്ല, അത്ര മോശ ദേവേന്ദ്രന്റെ പെരുമാറ്റം. കക്കാൻ പോവും, യാഗം നടത്തുന്നുണ്ടെങ്കിൽ കുതിരയെ കട്ടുകൊണ്ടു. ആ ദേവേന്ദ്രന്റെ പിന്നാലെയാ നമ്മൾ ഈ പോണത്. ഈ കള്ളന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ? ഈ കളവ് ഇവിടെ തന്നെയില്ലേ നമുക്ക്? അപ്പോ തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം. അതുകൊണ്ട് അദൃഷ്ടശ്രുതദൂഷണം, ആ വാക്കിനുള്ള വിശേഷം കണ്ടോളൂ. ഭഗവാൻ ഇന്നേ വരെ ഭഗവാനിൽ ഒരു ദൂഷ്യം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അദൃഷ്ടശ്രുതദൂഷണം പരം ഭക്ത്യൈകയേശം ഭജതാത്മലബ്ധയേ. ആത്മലബ്ധിക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഭക്തി ഉൾക്കൊള്ളണം? എന്തിനു വേണ്ടി? കിട്ടാന് ആത്മലബ്ധിക്ക് വേണ്ടി ഏകയാ ഭക്തിയ, ആ ചഞ്ചലമല്ലാത്ത ഇളകിമറിയാത്ത ഭക്തിയോടുകൂടി ഈശ്വരനെ ഭജിക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഇത്രയും പറഞ്ഞ് നിർത്തി. ഇനി ഈശ്വരനെ ഭജിക്കാനായിട്ട് എന്തെല്ലാം യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്.
ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേവ ച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാത് യഥാവയം. ദേവനായാലും അസുരനായാലും ദ്വിജനായാലും ഭൂസുരനായാലും മാറ്റുവർഗങ്ങളിലോ വർണ്ണങ്ങളിലോ പെട്ട ആളായാലും ആരായാലും മുകുന്ദചരണം ഭജിക്കാൻ തുടങ്ങിയാൽ ആ ആൾ സ്വസ്തിമാനായി തീരും. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത. ഭാഗവതത്തിന്റെ കൊത്തിവയ്ക്കേണ്ട ശ്ലോകങ്ങളാണത്. നാലം ദ്വിജത്വം, ദ്വിജത്വമോ ദേവത്വമോ ഋഷിത്വമോ, ഹേ അസുരപുത്രന്മാരെ, മുകുന്ദനെ പ്രീണിപ്പിക്കാൻ ഇതൊന്നും വേണ്ട. വലിയ തൊഴിൽ സ്ഥാനമാനങ്ങൾ അതും വേണ്ട. ബഹുജ്ഞത, നല്ലോണം പഠിക്കണം, ഭാഗവതം തന്നെ പഠിച്ചിരിക്കണം എന്നുമില്ല. ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച. നിങ്ങൾ കേൾക്കണുണ്ടോ അതോ ഇല്ല? ഞാൻ മാത്രമേ കേൾക്കണുള്ളൂ. അല്ല, ചിലര് പറയുന്നുണ്ട് ചിലരൊക്കെ ഉറങ്ങാന്നേ. ന ദാനം ന തപോനേജ്യ, തപസ് വേണ്ട, ദാനം വേണ്ട, പല വിധത്തിലുള്ള യജ്ഞയാഗങ്ങൾ വേണ്ട. ന ശൗചം ന വ്രതാനി ച, വേണ്ടത്ര വെടുപ്പും വൃത്തിയില്ല, എന്നാലും കൊള്ളാം, വ്രതങ്ങളും ഇല്ല, ഇതൊന്നും ആവശ്യമില്ല എന്നാ പറയണത്. പ്രിയതേ അമലയാ ഭക്ത്യാ, കേട്ടോ നിങ്ങള്? പ്രിയതേ അമലയാ ഭക്ത്യാ ഹരിഹി അന്യത് വിഡംബനം. ഹരിക്ക് ആവശ്യം ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ഭക്തിയാണ്. ഭക്തി ശരീരത്തിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ പ്രകടനമല്ല, മനസ്സിന്റെയും ഹൃദയത്തിന്റെയുമാണ്. ആ ശുദ്ധ നിർമ്മലമായ ഭക്തി സരള ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങിയാൽ ശ്രീഹരിക്ക് അത് വിട്ടു ഒന്നും വേണ്ട. അദ്ദേഹത്തിന് പരമസന്തോഷമായി, സന്തോഷമായി. അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, അത് വിട്ടു യാതൊന്നും നോക്കണില്ല. പ്രിയതേ അമലയാ ഭക്ത്യ ഹരിരന്യത് വിഡംബനം. ഈ ഭക്തി എങ്ങനെ പരിശീലിക്കാം? എന്താണ് അതിനുള്ള സരള മാർഗം എന്ന് ചോദിച്ചാൽ, ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. എത്ര ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാലഭാരങ്ങളും വേണ്ട, ബാക്കിയുള്ളതൊക്കെ കാട്ടിക്കൂട്ടല, വലിയ പറയല. വിഷ്ണു സഹസ്രനാമ യജ്ഞം നടത്താൻ പോണു, എനിക്ക് നല്ലോണം അറിയാം അത് കാട്ടിക്കൂട്ടലാണെന്ന്. പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമാണല്ലോ. പറയുമ്പോ കേൾക്കാൻ ആൾക്കാർ വരുന്നില്ലല്ലോ. ഒരു പ്രസംഗം ഉണ്ടാ നല്ലത്, കാലത്ത് എത്ര ആളുണ്ടായിരുന്നു, അത് പ്രസംഗം അവിടെ ഇരിക്കട്ടെ. നേരെ മറിച്ച് ഒരു പൂജയാണെങ്കിൽ എനിക്കെന്ന് പറയുന്ന ആൾക്കാരില്ല. എന്താ ചെയ്യാ? ഹിരണ്യന്റെ നാട്ടിൽ ചെന്നാ ഹിരണ്യായ നമ, നിങ്ങളുടെ കൂടെ വരുമ്പോ ഞങ്ങളും തുള്ളു തന്നെ. ആ പൂവ് എത്ര ഉറുപ്പിയുടെ ആ പൂവ് കൊണ്ടുവരുന്നത്, അതൊക്കെ വേണ്ടതുപോലെ ആയണം എന്ന് പറഞ്ഞാൽ അതിൽ അശ്രദ്ധ കാണിക്കും. ആ വിളക്കൊക്കെ ശരിക്കും വെക്കണം, അതിന് കോട്ടം വരരുത്, നിഷ്കർഷിക്കണം. ഞാൻ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, ദാ ഇവിടെ പടം ഉണ്ടെന്ന്. അപ്പോഴാ അവർക്ക് ഓർമ്മ വന്നാൽ അവിടെ ഒരു പടം വെക്കണം. നോക്കൂ, കഴിഞ്ഞ കൊല്ലം പടം ഉണ്ടായിരുന്നു അത്ര, മുമ്പിലത്തെ കൊല്ലം ഉണ്ടായിരുന്നു അത്ര, ഇക്കൊല്ലം എന്തുകൊണ്ട് ഉണ്ടായില്ല? അങ്ങനെയാണ്. ശ്രദ്ധിക്കണമല്ലോ കാര്യങ്ങള്. മറന്നുപോയാൽ ഞാൻ സാധാരണ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. എന്താ വെച്ചാൽ അത് ഇപ്പൊ എനിക്ക് ആ പുകയോട് കൂടി കത്തി എല്ലാ ദിക്കിലും കരിപ്പിടിക്കണോ ഇഷ്ടാവണില്ല. അപ്പൊ നമുക്ക് ഇഷ്ടപ്രകാരം എല്ലാവരും നടക്കും, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ വിട്ടുകളിയാ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നിഷ്കർഷ വേണം. കാട്ടിക്കൂട്ടലാണ് മനുഷ്യർക്ക് ആവശ്യം. അന്ന് പുഷ്പം കൊണ്ടുവരും, വിളക്ക് കൊണ്ടുവരും, എല്ലാം ചെയ്തിങ്ങനെ കൊണ്ടുവരുമ്പോ മനുഷ്യർക്ക് വരാൻ തോന്നുന്നു. പക്ഷെ മനസ്സിലാക്കിക്കോളൂ, ശ്രീഹരിക്ക് ആവശ്യം ഭാഗവതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീഹരി നോക്കുന്നത് പ്രിയതേ അമലയാ ഭക്ത്യാ ഹരിരന്യത് വിഡംബനം. ബാക്കിയുള്ളതൊക്കെ വിഡംബനമാണ്, കാട്ടിക്കൂട്ടലാണ്. ശുദ്ധ നിർമ്മല ഭക്തിയേ ഉള്ളൂ. ആ ഭക്തി എങ്ങനെയാണ്? ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഗോവിന്ദനോട് ഏകാന്തമായിരിക്കുന്ന ഭക്തി, അതൊരൊറ്റ എണ്ണേ ഉള്ളൂ. പറയുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, സ്മരിക്കുന്നത്, നൽകുന്നത്, ഓർമ്മ വയ്ക്കുന്നത്, പ്രേരണ സ്വീകരിക്കുന്നത് എല്ലാം ഗോവിന്ദൻ ഗോവിന്ദമയനാവണം, മയമാവണം. അതിനുള്ള തുടക്കം എവിടെയാ? യത് സർവത്ര തദീക്ഷണം. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? എല്ലാ ദിക്കിലും ഒരുപോലെ ഗോവിന്ദനെ കാണുക. പടത്തിൽ മാത്രമല്ല, ക്ഷേത്രത്തിൽ മാത്രമല്ല, ഭൂമിയിൽ മാത്രമല്ല, പൂജാമുറിയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഒരുപോലെ ഭഗവാനെ കാണാനെങ്കിലും തുടങ്ങൂ. അങ്ങനെ ഒരു 6 മാസം നിങ്ങൾ നടന്നു നോക്കിയാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ഇതൊന്ന് എൻ്റെ അടുത്ത് വന്ന് പറയൂ. യത് സർവത്ര തദീക്ഷണം. ഭഗവാനെ രക്ഷിക്കുന്നത് ആരാ എന്നുള്ള ശീർഷകമാണ് ഇന്നത്തെ സംസാരത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ എനിക്ക് മറുപടി പറയാൻ പോണത്, ഇതിന്റെ മറുപടി
ശ്രീമദ് ഭാഗവതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്രയൊക്കെ സംസാരിക്കാൻ തോന്നിയ, ചെറുപ്പം മുതൽക്കേ ശ്രീകൃഷ്ണനാൽ പരമാത്മാവിനാൽ ആലംബിതനായി ആലിംഗനം ചെയ്തുകൊണ്ട് സഹപാഠികളെ കൂടി പറഞ്ഞുണർത്തിച്ച് ചെവി കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരുന്നു. അത്ര മഹത്തായിരിക്കുന്ന ഒരു ബാലൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുന്നത് കേട്ടോളൂ. ആരാണ് ഭഗവാന് നമുക്ക് രക്ഷിക്കാനുള്ള ആള്? ശരണം. ഈ ശ്ലോകം ഞാൻ വായിച്ചപ്പോ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു വലിയ, എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കില്ല. എങ്ങനെയാണ് മഹർഷി ഇത് പറഞ്ഞത്? എങ്ങനെയാണ് പ്രഹ്ലാദൻ ഇത് പറഞ്ഞത്? മഹാവിഷ്ണുവിന്റെ മുൻപിൽ നിന്ന് പലരും പലതും പറയാറുണ്ടല്ലോ, ശാസ്ത്രങ്ങളിലെങ്കിലും പറയുന്നതായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ കൊച്ചനെ കൊണ്ട് വേദവ്യാസ മഹർഷി പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൃദയമുണ്ടെങ്കിൽ, ഭാവന ബലമുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ, പരിഗണനാ ശേഷി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിനെ ഒന്ന് വിലയിരുത്തൂ. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ, ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ, നാർത്തസ്യ ചാഗതമുദന്വതി മജ്ജതോ നൗഃ, തപ്തസ്യ തത്പ്രതിവിധിർ യൈഹാഞ്ജസേഷ്ടഃ, താവത് വിഭോതനുഭൃതാം ത്വദുപേക്ഷിതാനാം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ബാലസ്യനേഹ ശരണം പിതരൗ, ബാലസ്യനേഹ ശരണം പിതരൗ, ബാലസ്യനേഹ ശരണം പിതരൗ. ഒരു കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ശരണം. ഈ സദസ്സ് ഇത് കേൾക്കുന്നുണ്ടോ? അവരത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? 4 ആള് പറയുന്നുണ്ട്. നാരായണ എന്തെന്നാ നാം പറയുക? ബാലസ്യനേഹ ശരണം പിതരൗ. നിങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നത് എന്താ? എനിക്ക് ജനിച്ചിട്ടുള്ള കുട്ടിയെ ഞാൻ പോറ്റി, കഞ്ഞി കുടിച്ചിട്ട് വറ്റു കൊടുത്തു എന്നാ പറയാ. നല്ലത് തിന്നു എന്നാ അതിനർത്ഥം. കഞ്ഞി കുടിച്ചിട്ട് വറ്റു കൊടുത്തു എന്നാണ് പറയുക. വറ്റിന് മോശ, കഞ്ഞിയിലാണ് എസൻസ്. വേണ്ടത് മറിച്ചാ, വറ്റ് നിന്നിട്ട് കഞ്ഞി കൊടുക്കുക വേണ്ടേ. അങ്ങനെ ഞാനല്ലാതെ വേറൊരാളാണെങ്കിൽ എൻ്റെ പൊന്നു മോനെ ഇത് നടന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ അഭിമാനിക്കാറുണ്ട്. ആ അഭിമാനമൊക്കെ കെട്ടി അയക്കൂ. കാശിക്ക് പോയിട്ടോ വേറെ എവിടെയെങ്കിലും പോയി സമുദ്രത്തിൽ കൊണ്ടിടൂ. ഈ കുട്ടിയെ രൂപപ്പെടുത്തിയത് നിങ്ങളാണോ? അതിന് കണ്ണും മൂക്കും ഉണ്ടാക്കിയത് നിങ്ങളാണോ? ആ കുട്ടിയുടെ നാവ് സംസാരിക്കുന്നത് ഉണ്ടാക്കിയത് നിങ്ങളാണോ? കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതും ദഹിപ്പിക്കുന്നതും നിങ്ങളെ ചൊല്ലിയാണോ? ആ കുട്ടിയെ പെറ്റു വളർത്തി ഇട്ടതെവിടെയാ? ഭൂമിയില്. ആ ഭൂമിയിൽ കിടന്നത് മുതൽ ശ്വസിക്കാനുള്ള കാറ്റ് നിങ്ങളുടെയോ മുത്തച്ഛന്റെയോ ആണോ? അപ്പൊ ശരീരം നമ്മുടെയല്ല. ആ ശരീരം നിലനിൽക്കുന്ന ഭൂമി നമ്മുടെയല്ല, കാറ്റും നമ്മുടെയല്ല, കുടിക്കുന്ന വെള്ളം നമ്മൾ ഉണ്ടാക്കിയതല്ല, ഒന്നും നമ്മളല്ലാതെ ഇരിക്കെ കുട്ടിയുടെ ശരണം എങ്ങനെ പറയും നിങ്ങള്? ആ ജനിച്ച കുട്ടിക്ക് അച്ഛനമ്മമാർ ശരണമല്ല. ഒരു തപസ്വിയുടെ തൂലിക മാത്രമേ ഇത് എഴുതുള്ളൂ, പറയുള്ളൂ. ഗൃഹസ്ഥന്മാർക്ക് പറയാൻ തോന്നില്ല. ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാം, ഈ ലോകത്തിൽ ഒരൊറ്റ ആൾക്കും ഒരാളും ശരണമില്ല. കെട്ടിയ ഭർത്താവ് ഭാര്യയ്ക്ക് ശരണമല്ല, ഭാര്യ ഭർത്താവിന് ശരണമല്ല. ജനിച്ച കുട്ടികൾ വൃദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ നടന്നത് എന്താ? 10,000 ജനങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്. അത് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ പാഞ്ചഭൗതികവും ക്ഷണികവുമായിരിക്കുന്ന ഈ ലോകത്തെ നോക്കി, നശ്വരമായിരിക്കുന്ന ഈ ശരീരത്തെ നോക്കി നിങ്ങൾക്ക് ആ ഈശ്വര വിചാരം, ഇതെല്ലാറ്റിനെയും സമഗ്രമായി ഗ്രസിച്ചു നിൽക്കുന്ന ഒരു മഹത് പ്രഭാവമുണ്ട്. അത് അചിന്യമാണ്, ബുദ്ധിക്കും കൂടി അതീതമാണ്. അതിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ദൃശ്യപ്രപഞ്ചം. അതിന്റെ മഹിമകൾ എന്തും, അതിന്റെ സ്ഫുരണങ്ങൾ എന്തും, അതിന്റെ പ്രകടനങ്ങൾ എന്തും, അതിന്റെ ഗതികളാകട്ടെ വിഗതികളാകട്ടെ, രണ്ടും കൂടിയതാവട്ടെ, എല്ലാം തന്നെ ഒരൊറ്റ ചിദ്വസ്തുവിന്റെ വിലാസമാണ്. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ സന്ദേശം. അടിമുടി അടിമുടി. ഇത് ഒരിക്കൽ കേട്ടാ മനസ്സിലാവില്ല, മനസ്സിലായാലും ഓർമ്മ വരില്ല. ആ മനസ്സിലാക്കിക്കുന്ന മനസ്സിനെ പവിത്രമാക്കണം. ഗ്രഹിപ്പിക്കുന്നതായ ബുദ്ധിക്ക് ആശയ തെളിച്ചം കൊടുക്കണം. അഹങ്കാരമില്ലാതെയാവണം, മമത അലിഞ്ഞു പോണം. അങ്ങനെ തന്റെ വ്യക്തിത്വം, വ്യക്തിത്വം പരിപൂർണമായി ശുദ്ധമായാൽ മാത്രമേ ഈ സത്യം മനസ്സിലാവുള്ളൂ. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. ഇത് ഏതാ സന്ദർഭം എന്നറിയോ? ഒന്ന് വിവരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോ ഞാൻ സാധാരണ ഒരു 1.25 മണിക്കൂറേ സംസാരിക്കാറുള്ളൂ. ഇന്നിപ്പോ കുറച്ചു നേരം കൂടി വേണ്ടി വരുന്നാ തോന്നുന്നത്. എന്ത് പറയുന്നു സംഘാടകര്?
മുഴുവനാക്കട്ടെ. നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ? ആ ചെറിയ കുട്ടി സംഘടനയൊക്കെ നടന്നു. ഇവിടെ അദ്ദേഹം വിവരിച്ചു കഴിഞ്ഞതാണ്. അവസാനം നരസിംഹമൂർത്തി അച്ഛന്റെ മുൻപിൽ വെച്ച്, മകന്റെ മുൻപിൽ വെച്ച് അച്ഛനെ കൊന്നപ്പോൾ അതിന് ദൃക്സാക്ഷിയായി ഇരിക്കേണ്ടി വന്നു ഈ കൊച്ചൻ. അവിടെ ഇരുന്ന് ദീർഘശ്വാസം വിട്ടുകൊണ്ട് നരസിംഹമൂർത്തി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി ഒരൊറ്റ ആളും കൂട്ടിയാൽ കൂടില്ല. മഹാലക്ഷ്മിയോട് പറഞ്ഞു, ആരെ കെട്ടിയ ഭാര്യ മഹാലക്ഷ്മി, ഞാനങ്ങോട്ട് പോവില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ബ്രഹ്മാവ് ആലോചിച്ചു, ആർക്ക് വേണ്ടിയിട്ട് ഈ അവതാരം ഉണ്ടായോ ഈ ഭീകരമൂർത്തി? ആ കൊച്ചനെ പറഞ്ഞയക്കുകയാണ്. അപ്പൊ ആ കൊച്ചൻ സ്തുതിച്ച് നമസ്കരിച്ച് ആ നരസിംഹത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. ആ സ്തുതിയിലുള്ള ഒരു ശ്ലോകമാണത്. ബാലസ്യനേഹ ശരണം പിതരൗ. ഞാൻ പറയണ്ടേന്നറിയില്ല. ആ 3 വാക്കുണ്ടല്ലോ. ഞാൻ എൻ്റെ ആശ്രമത്തിൽ 1 മാസം പറഞ്ഞിട്ടുണ്ട്. കേട്ടോ നിങ്ങളിത്? ബാലസ്യനേഹ ശരണം പിതരൗ. ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുള്ള അച്ഛനമ്മമാരല്ല ശരണം. അതുമാതിരി നമ്മൾ സൂക്കേട് വരുമ്പോ കഴിക്കുന്ന മരുന്നുകളുണ്ടല്ലോ, നാർത്തസ്യ ജാഗതം. ആ കഴിക്കുന്ന മരുന്ന്, അതിലുള്ള ശക്തിയും വീര്യങ്ങളും മൂല്യങ്ങളും ഒക്കെ ആരുണ്ടാക്കിയതാ? ഒക്കെ ഭൂമിയിൽ ഉണ്ടായതാണ്. ആ ഭൂമി ഉണ്ടാക്കിയ ഭഗവാനാണ്. അപ്പൊ ആ ഔഷധമല്ല വാസ്തവത്തിൽ സൂക്കേടുകാരനും ആശ്രയം. ഉദൻവതി മജ്ജതോ നൗഹു. സമുദ്രത്തിൽ മുങ്ങുന്നവന് തോണിയല്ല. തപ്തസ്യ തത്പ്രതിവിധിർ യൈഹാഞ്ജസേഷ്ട താവത് വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം. അങ്ങ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും ശരണമല്ല. അച്ഛനമ്മമാർക്ക് പുത്രൻ വേണം, സന്താനം വേണം എന്നൊരു തോന്നൽ ഈശ്വരൻ സൃഷ്ടിക്കുന്നതാണ് മനസ്സിൽ. അതിനെ തുടർന്ന് ഗർഭാധാനം ഉണ്ടായി, ഗർഭം വളർന്നു, കുട്ടി വളർന്നു. ആ കുട്ടി ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോ തന്നെ ഞാൻ അമ്മയാണ് എന്നൊരു തോന്നൽ അമ്മയ്ക്കും, അച്ഛനാണെന്നുള്ളൊരു തോന്നല്. അപ്പൊ മാറിടത്ത് രൂപപ്പെടുന്ന അമ്മഭാവം, അമ്മത്തം ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന കുട്ടിയെ അനുസരിച്ച് ആനുപാതികമായി ഒരേപോലെ സമാനമായി വളരുന്നത് ഈശ്വരന്റെ വൈഭവം കൊണ്ടാണ്. ആ സ്നേഹം കൊണ്ടും മാതൃഭാവം കൊണ്ടും അല്ലേ കുട്ടികളെ നോക്കുന്നത്. ഭഗവാൻ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിലോ പെറ്റ കുട്ടിയെ വിട്ടിട്ട് അമ്മ പോവും, അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ ഈശ്വരൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിൽ അച്ഛനമ്മമാർ ഒരു ശരണമല്ല, മുങ്ങുന്നവന് തോണി ഒരു ശരണമല്ല, സൂക്കേടുകാരന് മരുന്നൊരു ശരണമല്ല. എന്ത് ആപത്തിൽപ്പെട്ടാലും ആ ആപത്തിന്റെ പ്രതിവിധി ഫലിക്കാൻ പോണില്ല. ഈശ്വരൻ ഉപേക്ഷിക്കാതെ ഇരിക്കണം. ഭക്തജനങ്ങളെ, നിങ്ങൾക്ക് ആ ഈശ്വരനുള്ള ആശ്രയം ഒന്ന് പൂർണ്ണമായി സമഗ്രമായി ആഴം വിസ്താരമെല്ലാം കൂടി നിങ്ങളെ ഒന്ന് പരിരക്ഷിക്കുമാറാകട്ടെ. ആകുമോന്ന് ഞാൻ ചോദിക്കുന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കുക എൻ്റെ സംസാരം ബിക്കംസ് എ മോണോലോഗ്. ഞാനിങ്ങനെ പറയണു, ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ ഈ പിടിച്ചു വെച്ചിരിക്കണത്? തള്ളി അങ്ങോട്ട് കളയുമെല്ലാം. ആ ഈശ്വരനിൽ മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ളൊരു തോന്നൽ അങ്ങോട്ട് വരട്ടെ. അത് വരുമോന്നാ ചോദിക്കണം. പറയുമെങ്കിലും ചെയ്തൂല്ലോ. ഈ പ്രഹ്ലാദന്റെ സ്റ്റോറി അവസാനിപ്പിക്കുന്ന ഒരു ഭാഗവും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കളയാം. നേരം കുറെ ആയല്ലോ. അവസാനം നരസിംഹമൂർത്തി വളരെ തൃപ്തിപ്പെട്ടു. അദ്ദേഹം പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. ആ അനുഗ്രഹ വാക്കുകൾക്ക് തയ്യാറായി. ഞാൻ വളരെ തൃപ്തിപ്പെട്ടു. നിന്റെ അച്ഛന് 21 തലമുറ മുമ്പോടുകൂടി എല്ലാവരും ശുദ്ധമായി, പേടിക്കണ്ട. നിന്റെ അച്ഛനായില്ലേ, അതിൻ്റെ പേരിൽ ആരെങ്കിലും സന്യസിക്കുകയോ ഒരു ഭക്തനോ ആയിക്കഴിഞ്ഞാൽ 7 തലമുറ മുൻപും 7 തലമുറ പിൻപിലും പരിപൂർണമായി പവിത്രമാകുന്നു മാത്രമല്ല ഒരു നിത്യമംഗളാനുഗ്രഹം ഉണ്ടാകും. ഇപ്പൊ ഞങ്ങളൊക്കെ സന്യസിച്ചതിൻ്റെ പേരിൽ അച്ഛനമ്മമാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയാതെ തന്നെ അവർ സമ്മതിക്കുണ്ടായി. 7 തലമുറ മുമ്പും 7 തലമുറ പിമ്പും തലമുറ അങ്ങോട്ട് പവിത്രമായി അനുഗ്രഹീതമായി ഒരു കുട്ടി സന്യസിക്കാൻ സാധിച്ചാന്നാ പറയുന്നത്. അതുമാതിരി 21 തലമുറ ശുദ്ധമായിരിക്കണു, പേടിക്കണ്ട. നീ ഈ സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ പൊണ്ണു കൊച്ചൻ കൂട്ടാക്കിയില്ലേ. അപ്പൊ പറയാണ്, എന്താ പറയാ? ഭോഗേന പുണ്യം കുശലേന പാപം കലേവരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിദായ മാമേഷ്യസി മുക്തബന്ധ. സിംഹാസനത്തിൽ ഇരിക്കുക എൻ്റെ പൊന്നുകുട്ട, ഇരിക്കുക. ഇതിലെന്തു വേണം? രാജ്യം ഭരിക്കുന്നതായ ഒരു കൃത്യമുണ്ടല്ലോ, അതുകൊണ്ട് നിന്റെ പാപം നീക്ക്. സുഖഭോഗാനുഭവം കൊണ്ട് നിന്റെ പുണ്യം തീർക്ക്.
സമയം ഇങ്ങനെ ചെല്ലുന്നതിൻ്റെ പേരിൽ ശരീരത്തെയും നീ തള്ളിക്കളയെ. അങ്ങനെ വിമുക്ത ബന്ധനായി സുരലോകത്ത് പോലും കീർത്തനം ചെയ്യാവുന്ന കീർത്തിയോടുകൂടി നീ എൻ്റെ അടുത്ത് വര് എന്നാണ് പറഞ്ഞത് പ്രഹ്ലാദനോട്. ഈ ശ്ലോകത്തിന് വലിയ അർത്ഥം, ഞാനിത് അത്ര വിവരിക്കണില്ല. എന്താ നിനക്ക് വരം വേണ്ടേ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് ഈ കൊച്ചുകുട്ടൻ മറുപടി പറഞ്ഞതൊന്ന് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. എന്താ ചോദിക്കണേ? ഭഗവാനെ, ഞാൻ അങ്ങയുടെ ഭക്തനാണ്. എല്ലാം വിട്ട് അങ്ങയെ മാത്രം ആശ്രയമായി നടക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. ആ ഭക്തന് വരോ? എന്തു വരാതെ? ആശാസാനോ ന വൈഭൃത്യ സ്വാമിന്യാശിഷാത്മനഃ ന സ്വാമി ഭൃത്യത സ്വാമ്യം ഇച്ഛന്യോരാദിചാശിഷ. ഈ വരം വേണമെന്ന് ചോദിച്ചതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഉലയാനാ പോകുന്നത്. ഒരു സ്വാമി ഭൃത്യന്മാരെ വശത്താക്കി വെക്കണം എന്ന് പറഞ്ഞ് പ്രത്യേക സന്താനങ്ങൾ പ്രത്യേക സന്ദർഭത്തിൽ കൊടുക്കുമ്പോൾ സ്വാമിത്വത്തെ പരിരക്ഷിക്കാൻ അദ്ദേഹം സ്വാമിയല്ല, നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ആൾ. അതേമാതിരി ഒരു ഭൃത്യനാണെന്നുള്ള നിലയ്ക്ക് എല്ലാ സമയത്തും ഒരുപോലെ സേവനം ചെയ്യുന്നതൊഴികെ പ്രത്യേകം കാര്യം ചെയ്ത് ഓണത്തിന് ബോണസ് കൂടുതൽ മേടിക്കാം, അങ്ങനെയുള്ളൊരു ഏർപ്പാടുണ്ടല്ലോ, അത് ചെയ്യാൻ ആ ആള് ഭൃത്യനുമല്ല. അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ഇടപാടുണ്ടാവരുത്. എന്തുകൊണ്ടാണ് അങ്ങത് ചോദിക്കണത്? എൻ്റെ മനസ്സിനെ പരീക്ഷിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ അങ്ങക്ക് എന്നെ സഹായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹവും ഇല്ലാത്തതായിട്ടുള്ള ഒരു അനുഗ്രഹം തരൂ, എനിക്ക് അത് മാത്രമേ വേണ്ടൂ. ഒരു വിധത്തിലുള്ള ആഗ്രഹവും എൻ്റെ മനസ്സിൽ ഉദിക്കരുത്. അങ്ങനെ ഒരു അനുഗ്രഹം മാത്രം എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് പ്രഹ്ലാദൻ അവസാനിപ്പിക്കുന്നത്. ഞാനിത് കൂടുതൽ വിവരിക്കണില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചോളൂ. വേദവ്യാസ മഹർഷി 7 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് മഹാവിഷ്ണുവിന്റെ പ്രത്യേകമായ ഒരു അവതാരത്തിന്റെ മുകളിൽ അവിടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അവർ തമ്മിൽ അവസാനം ആ രംഗം പര്യവസാനിക്കുന്ന സമയത്ത് ഒരു സംസാരമാണ്. നീ എന്തു വരം വേണമെങ്കിൽ ചോദിച്ചോ. അതിന് ആ കുട്ടി മറുപടി പറയാ, ഈ ചോദ്യം തന്നെ തെറ്റായിപ്പോയി മഹാപ്രഭു എന്നാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ പരമപതനമാണ്. നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ. ഈശ്വര എന്ന് വിചാരിച്ചാൽ മതി. ഒന്നുകിൽ നാമം, ഇല്ലെങ്കിൽ മന്ത്രം, ഇത് രണ്ടുമില്ലെങ്കിൽ ഭാവം. ആ ഈശ്വരൻ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ആ തോന്നൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളെയും ഒന്നുകിൽ നിറവേറ്റും, അല്ലെങ്കിൽ ഇല്ലാതെയാക്കി തീർത്ത് നിങ്ങളെ പവിത്ര ഹൃദയനാക്കി ആ പവിത്ര ഹൃദയത്തിൽ സാക്ഷാത് ഭഗവാൻ തന്നെ വന്ന് എന്നും നിലനിൽക്കും. അങ്ങനെ നിലനിന്നാൽ വീണാൽ പോലും പരിക്കേൽക്കാതെ നോക്കാനുള്ള കർത്തവ്യം അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ ഇവിടെ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇനിയൊരു സന്ദർഭത്തിൽ ഞാൻ പറയാം. നിങ്ങൾ ഒരൊറ്റ ആളും ഭയപ്പെടരുത്, നിർഭയരായിരിക്കൂ. ആ ഭക്തി മാത്രമേ നമുക്ക് വേണ്ടൂ. ഈശ്വരൻ ആ ഈശ്വരൻ എല്ലാ ഇടത്തിലും ഉള്ളവനാണ്. ആ ഒരു വിചാരം പ്രഹ്ലാദനെ ഓർമ്മ വെച്ചിട്ടെങ്കിലും 70കാരും 17കാരും 27കാരും 37കാരും ഒക്കെ ആ പ്രഹ്ലാദന്റെ ചെറിയൊരു അംശം നമുക്ക് ഉണ്ടാവട്ടെ. നടന്നത് പ്രഹ്ലാദനെയും അച്ഛനെയും ചൊല്ലി. കേൾക്കുന്നവർ നാം പ്രഹ്ലാദന്മാരല്ല, അച്ഛന്മാരുമല്ല, വയസ്സായവരും നല്ല തന്റേടമുള്ളവരുമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചതുമായ എല്ലാം നമുക്കും സാർത്ഥകമാകണം, അന്വർത്ഥമാകണം. അതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. ഈ സത്രശാലയിൽ വന്നിരുന്ന് ഈ തത്വപ്രവചനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതിലേറെ ഒരു മഹത്വവും അനുഗ്രഹവും നിങ്ങൾക്ക് വരാനില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ പൂർവികരും ഇതിൽ വളരെയധികം ഉള്ളഴിഞ്ഞ് സന്തോഷിക്കുന്നുണ്ടാവും. വരും തലമുറയ്ക്ക് നിങ്ങൾ നേടിക്കൊടുക്കുന്ന വലിയ ഒരു ഈശ്വരാനുഗ്രഹവും ഒരു പൈതൃക വിശേഷവും ഒരു ഗംഗാ പ്രവാഹവുമാണിത്. ഈ ബുദ്ധി എന്നും നിലനിൽക്കട്ടെ. ഈ സത്രശാലയും ഈ സത്രസദസ്സും വാർഷികമായ ഈ സംരംഭവും ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച് കൂടുതൽ കിലോമീറ്ററിലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പാർലിക്കാട്ട് നൈമിഷാരണ്യം കേരളത്തിന്റെ അല്ല, ഭാരതത്തിന്റെ അല്ല, ലോകത്തിന്റെ തന്നെ ഒരു മകുട ചൂടാമണിയായി തീരട്ടെ എന്നിതാ തുറന്ന് സങ്കല്പിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഞാനൊരു ശ്ലോകം പറഞ്ഞു നിർത്താം. ഇത് പറയാനുള്ള സന്ദർഭം, ഇങ്ങനെയൊക്കെ ഭാഗവത കാര്യങ്ങളോ തത്വങ്ങളോ പറയാനുള്ള സന്ദർഭം എങ്ങനെ അത് ഉണ്ടായി എന്നുള്ളതൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്ന ശ്ലോകമാണ്. പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ, പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ, വർദ്ധിച്ചു നാൾക്കുനാളായി
അതതിരുകവിയാനുള്ള വാത്സല്യമായി വർദ്ധിച്ചു നാൾക്കുനാളായി. അതതിരുകവിയാനുള്ള വാത്സല്യമായി ഭാവത്തിൻ പാവനത്വം വഴി അരുളിയ തൻ ഭാവസമ്പാദനത്താൽ ഭാവത്തിൻ പാവനത്വം വഴി അരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. നീ തന്നെ ഞാനായി. ഹരി ഓ ഹരി ഓ ഹരി. എല്ലാവരും കൂടി കൂടെ ജപിച്ചു. ഓ ഹരി ഓം.